ഒരുപാട് പാർട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽ നിന്ന് മുസ്ലിം ലീഗ് വ്യതിരിക്തമാണ്, വേറിട്ട് നിൽക്കുക എല്ലാ കാര്യത്തിലും. ഇന്ന് രാജ്യം നേരിടുന്ന ഭീഷണിയെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബോലോ ഭാരത് മാതാക്കി എന്ന് അദ്വാനി വിളിക്കുമ്പോൾ ജയ് എന്ന് വിളിക്കാൻ ഒരു അടൽ ബിഹാരി, ഒരു ജാഥ പോകുമ്പോ വാജ്പേയി ബോലോ ഭാരത് മാതാക്കി എന്ന് വിളിക്കുമ്പോൾ ജയ് എന്ന് വിളിക്കാൻ ഒരു അടൽ ബിഹാരി മാത്രം ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായിരുന്നപ്പോൾ ഫാസിസത്തിനെതിരെ ജനശക്തി എന്ന മുദ്രാവാക്യം വിളിച്ചു പോയവരാണ് നമ്മൾ. അന്ന് പലരും നമ്മോട് പറഞ്ഞതെന്താ, അതൊന്നും ഒരു വലിയ സംഭവമല്ല, ആഗോളവൽക്കരണമാണ് വിഷയം, ഉദാരവൽക്കരണമാണ് വിഷയം, അല്ലെങ്കിൽ കുത്തകകളാണ് വിഷയം, കോർപ്പറേറ്റാണ് വിഷയം, ഇവിടെ ഫാസിസം ചർച്ച ചെയ്യേണ്ടതില്ല എന്നാ പറഞ്ഞത്. 2 ഒറ്റയടിക്ക് 86. മുസ്ലിം ലീഗിന്റെ മന്ത്രിയുടെ എണ്ണം 4-ൽ നിന്ന് 5 ഹാലിളകുന്നവരുണ്ട്. ഒരു ലീഗുകാരനായ മനുഷ്യൻ സഹമന്ത്രിയായപ്പോ, ക്യാബിനറ്റ് അല്ല സഹമന്ത്രിയായപ്പോ, ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താണെന്ന് പറഞ്ഞ ആള് കേരളത്തിൽ, അയാൾ ശ്രദ്ധ വെച്ചിട്ട് എപ്പോഴും സംസാരിക്കും. ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താണ് അഹമ്മദിന്റെ മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ മോഡി അധികാരത്തിൽ വന്നിട്ട് അഹമ്മദ് 10 ആളെ കൊന്നിട്ടില്ലല്ലോ. അഹമ്മദ് കൊന്നിട്ടില്ല എന്ന് മാത്രമല്ല, കൊലയും കൊള്ളയും നടക്കുന്നിടത്ത് സമാധാനത്തിന്റെ ദൂതനായി വന്നിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയും RSSഉം കൊണ്ടും കൊടുത്തും കഴിയുന്ന നാടാണ് കണ്ണൂർ. രാഷ്ട്രീയ മനുഷ്യക്കുരുതിക്കുള്ള വലിത്തറയായി മാറിയ കണ്ണൂരിൽ സമാധാന കമ്മിറ്റി യോഗങ്ങൾ, വഴിപാടുകളും കൊലപാതകം നാട്ടു നടക്കുക. അവിടെ ഒരു കൂട്ടർ മാൻ പവറിലും ഒരു കൂട്ടർ മസിൽ പവറിലുമാണ്. ഒരു കൂട്ടർ മാൻ പവറിലും മറ്റൊരു കൂട്ടർ മസിൽ പവറിലും നിറഞ്ഞാടുമ്പോ അവിടെ മസ്ലഹത്തിന്റെ പവറിൽ എപ്പോഴും ഇറങ്ങി വരുന്നയാളാണ് ഈ അഹമ്മദ്. ആ അഹമ്മദ് മന്ത്രിയായപ്പോഴാണ് അത് ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താണെന്ന് പറഞ്ഞത്. ലൈറ്റ് എനിക്ക് കുഴപ്പമില്ല കേട്ടോ, വെള്ളം കട. നേരെ മറിച്ച് ഗുജറാത്തിൽ നരഹത്യക്ക് നേതൃത്വം കൊടുത്തയാൾ, ഗർഭസ്ഥ ശിശുവിനെ തൃശൂലത്തിലെടുത്ത് ആനന്ദ നൃത്തം ചവിട്ടിയയാൾ, മുസൽമാനോं की दो हिंदुस्तान പാകിസ്ഥാൻ യാ ഖബറിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച ഒരു സംഘത്തിന്റെ അമീറായി, നേതാവായി നിന്നവരാണ്. രാജ്യത്തിന്റെ ജുഡീഷ്യറിയുടെ നോട്ടപ്പുള്ളിയായ ഒരാൾ ഇന്ത്യയിൽ സഹമന്ത്രിയല്ല, ക്യാബിനറ്റല്ല, പ്രധാനമന്ത്രിയുടെ ചെയറിൽ ഇരുന്നിട്ട് ഒരു അച്യുതാനന്ദൻ ഹാലിളകിയതായി നമ്മൾ കാണുന്നില്ല. ഇതൊരു രോഗമാണ്. ഞാൻ കമ്മ്യൂണലായി ചിന്തിക്കുകയല്ല, അങ്ങനെ സംസാരിക്കുകയല്ല, പക്ഷെ കമ്മ്യൂണലായി ചിന്തിച്ചത് ഞാനൊന്ന് ചിന്തിക്കുകയാണ്. റിയാസുദ്ദീൻ ചീഫ് സെക്രട്ടറി ആയാൽ ഈ അസുഖമുണ്ട് ചിലർക്ക്. കമാൽകുട്ടി ഇലക്ഷൻ കമ്മീഷൻ ആയാൽ ഈ സോക്കടുണ്ട് ചിലർക്ക്. ഹക്കീം ബത്തേരിയും സത്താർ കുഞ്ഞും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരായാൽ ഈ മാരകമായ രോഗമുണ്ട് ചിലർക്ക്. സൗദാബി 1ാം റാങ്ക് വാങ്ങുമ്പോ ഈ വല്ലാത്ത അങ്കലാപ്പുണ്ട് ചിലർക്ക്. എന്നാൽ നരേന്ദ്രമോദി ഒരു ജംബോ ജെറ്റ് മന്ത്രിസഭയുമായി എല്ലാ വെല്ലുവിളിയും നടത്തി രാജ്യത്തിന്റെ ഭരണഘടന കാറ്റിൽ പരത്തിക്കൊണ്ട് അധികാരത്തിൽ വന്നിട്ട് ഒരു ചെറിയ പ്രസ്താവനയെങ്കിലും ഇറക്കാൻ അന്ന് അഹമ്മദ് മന്ത്രിയായപ്പോൾ ആശങ്ക പറഞ്ഞ ഒരാളെയും നമ്മൾ തിരിയിട്ട് തെരഞ്ഞിട്ട് കാണുന്നില്ല. വളരെ കാര്യഗൗരവത്തിലെടുക്കേണ്ടതാണ്. നമ്മളൊരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും വലിയ കാര്യം ചെയ്യുന്നു. അത് ഞാൻ വെറുതെ പറയല്ല, ലീഗുകാരൻ എന്ന നിലയ്ക്ക് ഞാനിവിടെ പറയുമ്പോൾ ലീഗ് അല്ലാത്തവർ കേൾക്കുന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് പണി തന്നെയെന്നാ പറയാം. അല്ല, നിങ്ങൾ നോക്കൂ, ലിബിയയിൽ നഴ്സുമാർ കുടുങ്ങിയപ്പോ ആ ബന്ദികളാക്കപ്പെട്ടവരെ ഒന്നിങ്ങോട്ട് കൊണ്ടുവരാൻ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞത് ഞങ്ങൾ അഹമ്മദുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. മുസ്ലിം ലീഗിന്റെ ദർസിലോതാത്ത ഒരു പ്രമാണിയില്ല, ഉറപ്പല്ലേ അത്. അഹമ്മദിനേറ്റ് സംസാരിച്ചിട്ട്, കാരണം അഹമ്മദിനെ അതിന്റെ റൂട്ട് തിരിയുള്ളൂ, എങ്ങനെ കൊണ്ടുവരേണ്ടത് അല്ലേ.
അന്ന് ഇറാഖിൽ നിന്ന് ബന്ദികളെ വിട്ടുകൊണ്ടുവന്നു അഹമ്മദ് സാഹിബ് അല്ലേ? അന്നൊന്നും വലിയൊരു ആനക്കാര്യമല്ല എന്ന് അൻസാക്ക പറഞ്ഞത് ഞാനൊന്ന് ഓർക്കുകയാണ്. ഈ മനുഷ്യൻ പാടത്ത് പോയിട്ട് 2 ആട്ടുകുട്ടികളെ പോലും വിട്ടുകൊണ്ടുവരാത്തൊരു മനുഷ്യൻ. നമ്മളങ്ങനെയല്ല. നമ്മൾ ചെറിയ ആളുകളാണെങ്കിൽ നമ്മോട് ചോദിക്കണം. കാരണം അഹമ്മദ് ലീഗാണെന്ന് മാത്രമല്ല ലീഗലായും ഓക്കെയാണ് എന്ന് സുഷമ സ്വരാജിന് അറിയാം. രാജ്യത്തിന്റെ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത് ശീലിച്ചപ്പോ എങ്ങനെയാണ് ഒന്ന് ബന്ദികളെ എങ്ങോട്ട് എത്തിക്കുക, അതിന്റെ റൂട്ട് എന്താണെന്ന് സുഷമ സ്വരാജ് സഭയിൽ സംസാരിക്കണമെങ്കിൽ ആ അഹമ്മദ് MP ആയി പോയതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ കണ്ണൂരിലെ വീട്ടിലേക്ക് സുഷമ സ്വരാജ് വരില്ലേ? പ്ലീസ് അഹമ്മദ് ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞിട്ട് അവിടെ MP ആയി പോയത്. MP ആയി പോകാൻ നമ്മൾ അധ്വാനിച്ചു. മന്ത്രിയാകാൻ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. മന്ത്രി അല്ലാതായപ്പോ നമ്മളല്ല വേദനിച്ചത്, റാമല്ലയിലെ കൊച്ചു പൈതൽ. സാധാരണ ഒരു അഹമ്മദ് മരുന്നിന്റെ കപ്പലുമായി ഞങ്ങളെ ലക്ഷ്യമാക്കി വന്നിരുന്നു. ഞങ്ങളുടെ PLO ചെയർമാൻ യാസർ അറഫാത്തിന്റെ കൈക്ക് പിടിച്ച് ഒന്ന് ആശ്വസിപ്പിക്കാൻ, വെടിയൊച്ചയുടെ കാതച്ച നിലക്കാത്ത വെടിമരുന്നിന്റെ ഗന്ധം വിട്ടുമാറിയിട്ടില്ലാത്ത സമയത്തൊക്കെ ഒരഹമ്മദ് ഇന്ത്യ എന്നെഴുതിയ ത്രിവർണ്ണ പതാകയും വെച്ചുള്ള ഒരു കപ്പലിൽ വന്നിരുന്നു. യാ യഹ്വത്തി, എന്റെ സഹോദരിമാരെ, എവിടെയാണ് ആ അഹമ്മദ് എന്ന് റാമല്ലയിലെ കൊച്ചുകുട്ടി പറഞ്ഞുവെങ്കിൽ പൊന്നുമക്കളെ, മുസ്ലിം ലീഗിന്റെ ഒരാൾ മന്ത്രിയല്ലാതായതിന്റെ ദുഃഖം നമ്മൾ മാത്രമല്ല അനുഭവിച്ചത്. എന്തെല്ലാം പഠിച്ചു. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഫാസിസത്തിനെതിരെ ഉണ്ടാക്കിയൊരു സംഘടനയാണ്. അവര് ചെയ്ത പണി കേൾക്കണം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്ത പണി നേരത്തെ ഇറങ്ങി കൺവെൻഷൻ നടത്തി. അപ്പൊ ചിലര് ചോദിച്ചു, എന്താണ് ലീഗ് ഇങ്ങനെ ഒറ്റക്ക്, നേരത്തെ ഒറ്റക്ക് നിൽക്കാനെങ്ങാനും പരിപാടിയുണ്ടോ എന്ന് കൂട്ടത്തിൽ വരെ പലരും ചോദിച്ചു. ഒറ്റക്ക് നിൽക്കാനല്ല, ഒറ്റപ്പെടരുത് എന്ന് ഇശാറത്താക്കാൻ സുബഹിയിൽ ഇറങ്ങിയതായിരുന്നു നമ്മൾ. അതായത് നമ്മുടെ പണി. കൊല്ലത്ത് കൺവെൻഷന്റെ തലേദിവസം പുതിയോതിൽ പ്രസംഗിച്ച് ഞാൻ എന്റെ മക്കളോടൊത്ത് യൂനുസ് കുഞ്ഞു സാഹിബിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോ കൺവെൻഷൻ നടക്കുന്ന സ്ഥലം കാണാൻ പോയി. യൂനുസ് കുഞ്ഞു സാഹിബിന്റെ ഒപ്പം ഹൈദരലി തങ്ങളുടെ ചിത്രം കണ്ടപ്പോ എന്റെ മോളെന്നോട് ചോദിച്ചു, നമ്മുടെ തങ്ങൾ പാപ്പ എന്തിനാണ് ഈ പാതിരാവിൽ ഇവിടെ വരേണ്ടത്? ഇവിടെ നമ്മൾ ആരാ മത്സരിക്കണം? പാർലമെന്റിലേക്ക് അവിടെ നമുക്കൊരു MP പോകുന്നില്ല, പിന്നെ എന്തിനാണ് ഇത്ര അധ്വാനം എന്ന് എന്റെ കൊച്ചു പൈതൽ. എന്റെ മോളെ ബുദ്ധി വരെ ഈ മതേതര കക്ഷികൾക്ക് ഉണ്ടായില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ഓർക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ അഹമ്മദ് സാഹിബിന്റെ പാർട്ടി നേരത്തെ ഇറങ്ങി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇറങ്ങി. ഇന്ത്യ ഭരിച്ച കക്ഷി പോലും നേരത്തെ ഇറങ്ങിയിരുന്നില്ല. അപ്പൊ ചിലർ തിരിച്ചു ഇവർ ഒറ്റക്ക് നിൽക്കാനാണ്. അല്ല, നമ്മളുള്ളിടത്തുള്ളവരോട് പോയിട്ട് കൂടുമ്പോ കൂടരുതേ, നിൽക്കുമ്പോ നിൽക്കണേ, നന്നായി നിൽക്കണേ എന്നിങ്ങനെ നമ്മൾ ഉറപ്പിക്കുകയായി. എന്നാൽ കേരളത്തിൽ ഇതുപോലെ മറ്റൊരു അത്ഭുതം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ 20 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഒരു സംഘടന കേരളത്തിൽ. ഫാസിസത്തിനെതിരെ വന്നവരാണവർ. ഓക്കെ, ഫസ്റ്റ് മാർക്ക് ഞങ്ങളിടുന്നു. പക്ഷേ ഫാസിസത്തിനെതിരെയാണെങ്കിൽ അദ്വാനി മത്സരിക്കുന്നിടത്ത്, മോഡി മത്സരിക്കുന്നിടത്ത് അല്ല. കേരളത്തിലാണ് നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. എന്താ കേരളത്തിന്റെ പ്രത്യേകത? കേരളത്തിൽ ഒരൊറ്റ സംഘപരിവാർ MP നിലവിലില്ല. ഇപ്പോഴും കണ്ടോ, കേരളം താമര വിരിയുന്നു. ഏഷ്യാനെറ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓ രാജഗോപാൽ ലഡുങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ലേലം വിളിച്ച് 3 വട്ടം 4 വട്ടം എന്തായിരുന്നു, വിരിഞ്ഞില്ലല്ലോ. എന്താ? പ്രബുദ്ധമാണ് നമ്മുടെ നാട്. മാലിക് ദീനാറും അനുയായികളും കടന്നു വന്നപ്പോ അവർക്ക് കുടിക്കാൻ പാല് കൊടുത്ത ഹിന്ദു, അവർക്ക് കിടക്കാൻ പായ കൊടുത്ത ഹിന്ദു. എങ്ങനെയാണ് സൗഹൃദം പാലിക്കേണ്ടത് എന്ന് പഠിച്ച നാടാ കേരളം. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. വെറുതെയല്ല നമ്മൾ പറയുന്നത്. മന്നം പട്ടം ശങ്കർ ചാക്കോ ബാപ്പപ്പിത്തങ്ങൾ ജിന്ദാബാദ്. കേരളത്തിലെ മുദ്രാവാക്യ മന്നത്ത് പത്മനാഭൻ, ആർ ശങ്കർ, പട്ടം താണുപിള്ള, PT ചാക്കോ, എന്റെ ബാപ്പപ്പിത്തങ്ങൾ. എന്താ? അതിൽ തന്നെ മതസൗഹൃദമുണ്ട്. നമ്മൾ രാഷ്ട്രീയം കൊണ്ടുണ്ടാക്കിയ വലിയ നേട്ടതാണ് കേരളത്തിൽ. ജാതിയും മതവും നോക്കാതെ കരുണാകരനുമായി
EMSുമായി, ആന്റണിയുമായി, വാസുദേവൻ നായരുമായി, അതേപോലെ പല നേതാക്കളുമായി സൗഹൃദം പങ്കിട്ടപ്പോ രാജ്യത്തിന്റെ മതസൗഹൃദവും കൂടി പുഷ്കലമായി. അതാണ് UP-യിലും കേരളത്തിലുള്ള വ്യത്യാസം. അവർ കണ്ട വിളക്കുംകാലിലേക്കൊക്കെ ഓടിച്ചെന്നു വെളിച്ചം കണ്ടിട്ട്. കുറെ കാലം BJP-യുടെ ഒപ്പം, കുറച്ച് കോൺഗ്രസിന് പിന്തുണ, കുറച്ച് അവർ ജനസംഘത്തിന്റെ കൂടെ, കുറെ ജനതാ പാർട്ടിയുടെ കൂടെ. അവസാനം എല്ലാവരും പറഞ്ഞു അങ്ങനെ കൂടെ കൂട്ടാൻ പറ്റില്ല, വിശ്വസിക്കാൻ കൊള്ളില്ല, നിങ്ങളെ അത് നല്ല ഓക്കെയാണ്, നിങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല, പിന്നെ ആർക്കും വേണ്ടാത്തവരായി അവർ. എന്നാൽ കേരളത്തിലെ നമ്മുടെ നേതാക്കളെ തെരഞ്ഞു വരികയാണ്. കാരണം ഇവർ കൂടിയാൽ കൂടില്ല. അങ്ങനെയുള്ള കേരളത്തിൽ ഫാസിസത്തിനെതിരെ 20 സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു. എന്നിട്ട് 2 അമീറന്മാർ മത്സരിച്ചത് എവിടെയല്ലോ, മലപ്പുറത്തും പൊന്നാനിയും. എന്തിനാണെന്നറിയാം, നമ്മൾ എളിയന്മാരുടെയും മൂത്തന്മാരുടെയും അമ്മാരുടെയും വോട്ട് പ്രസാദാക്കിയത് എന്നൊരു കാര്യമാണ്. അഹമ്മദ് സാഹിബിനെതിരെ ഈട്ടിക്ക് ഇടയിൽ തന്നെ വർത്താനത്തിന് വ്യത്യാസം വരുന്നുണ്ട്. കാസർകോട്ട് ഇറങ്ങുന്നതിന് കീഞ്ഞു എന്നാണ്. ഞങ്ങൾ മലപ്പുറത്തേക്ക് അങ്ങനെ കീയണമെങ്കിൽ കുന്നുമ കയറണം. കണ്ണൂക്കാര് ഞാൻ ഹാൻവീവിലൊക്കെ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് കാശ് കൊടുത്താൽ, കണ്ണൂരിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു അനക്ക് 10 രൂപ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിച്ചിട്ട് ഞാൻ അങ്ങനെ കാശൊക്കെയാണ്. അതല്ല, അവർക്ക് അങ്ങോട്ട് കൊടുക്കാനാണ്. അനക്ക് എന്നുള്ളതിന് മലപ്പുറത്ത് ഇങ്ങണ്ടും കണ്ണൂർ അങ്ങോട്ടും നോക്കണം. ഇത്ര വ്യത്യാസം, ഇത്ര വൈജാത്യങ്ങളുള്ളൊരു നാട് വേറെ ഉണ്ടാവും. ജാതിയിൽ, മതത്തിൽ, വർഗത്തിൽ, വർണ്ണത്തിൽ, എല്ലാറ്റിലും വ്യത്യസ്തത. അങ്ങനെയുള്ള നമ്മുടെ വിവാഹം ഹലാലാകണം. BJPക്ക് നല്ല പറഞ്ഞാൽ എന്താ, ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ തീരുമാനിക്കും, നിയമം പാസ്സാക്കും, നമ്മൾ അംഗീകരിക്കണം. കറണ്ട് ചാർജ് പാസ്സാക്കുന്നത് ഗവൺമെന്റാണ്, ബസ് ചാർജ് കൂട്ടുന്നത് ഗവൺമെന്റാണ്. എന്റെ നാട്ടിലൊരു ചങ്ങായി പറഞ്ഞു ബസ് ചാർജ് കൂട്ടിക്കോട്ടെ, അള്ളാഹുവിന്റെ റസൂലാണ്, ഞാൻ കൊടുക്കൂല. ഒരു ബസ് കയറിയിട്ട് പഴയ ചാർജ് തന്നെ കൊടുത്തു. കണ്ടക്ടർ വഴിക്ക് പിടിച്ചാണ്ട് ഇറക്കി. ഒരാൾ പറഞ്ഞു കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു. ഞാനറിയില്ല, ഞാൻ ആദ്യം ഇറക്കുന്ന ചാർജേ ഉള്ളൂ. ലൈമേ വന്ന് ഫ്യൂസാണ്ട് വരികയോ വിവരറിയും. എന്താ സംഭവം? ഗവൺമെന്റ് തീരുമാനിച്ചാൽ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ബാങ്ക് വിളി നിരോധിച്ച സർക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അല്ലാഹു അക്ബർ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള സ്റ്റേറ്റുകളുണ്ട്. ഒന്ന് സമയമായി, കൂടുതൽ കൊടുക്കണ്ട എന്നതുപോലെ ഖുർആൻ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ട്. ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? കുറെ മുമ്പ് കൊടുത്തതാണ്. കൊടുത്ത ആളുടെ പേര് സുനിത് ചോപ്ര. ഈ സുനിത് ചോപ്ര കൊടുത്ത കേസ് നമ്മുടെ രാജ്യത്തിന്റെ സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. കുറെ മുമ്പാണ്. ഞാനന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആ വാർത്ത വായിച്ചത്. എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം, മനസ്സിലാക്കാം, ഒന്നും കൂടി ബോധ്യപ്പെടാം. ഈ സുനിൽ ചോപ്രയുടെ കേസ് എന്തെങ്കിലും പൊടി തട്ടിയെടുക്കാതിരിക്കുമോ? അള്ളാഹു കാക്കട്ടെ. കാരണം സുപ്രീം കോടതി ആയാലും ഏത് കോടതിയായാലും ഫയലിൽ സ്വീകരിക്കാതെ കേസ് തള്ളലുണ്ട്. ഫയലിൽ സ്വീകരിക്കാതെ തള്ളുക എന്ന് പറഞ്ഞാൽ അപേക്ഷയുമായി വരുമ്പോഴേക്ക് കാണുന്ന വേണ്ട. അതാണ് ഫയലിൽ സ്വീകരിക്കാതെ തള്ളുക. ഫയലിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവർക്ക് ആലോചിക്കട്ടെ, എന്തെങ്കിലും ഒരു സമയത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുത്താൽ. അങ്ങനെയുണ്ട്. ആളുകൾക്ക് ഉളുഹിയ്യത്ത് നിരോധിച്ചില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ നിരോധിച്ച് ഇന്ന് നബിദിനത്തിന് പെർമിഷൻ കിട്ടാത്ത പ്രദേശങ്ങൾ കണ്ണൂരിലുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഷംസുദ്ദീൻ കൂടെ ഉണ്ടായിരുന്നു. അൻസാരി തില്ലകേരി, അൻസാരി ഖത്തറിലേക്ക് പോവുകയാണ്. ഞാനും ഷംസുദ്ദീൻ ഇങ്ങോട്ട് റിയാദിലേക്ക് വരും. ഞങ്ങൾ അതുമായി സംബന്ധിച്ചുള്ള ചർച്ചയിലായി. പല മഹല്ലത്തുകളിലും അതിനുള്ള പെർമിഷൻ കൊടുത്തില്ല. ബാങ്കിന് മൈക്ക് പെർമിഷൻ കൊടുക്കാത്ത പ്രദേശങ്ങളുണ്ട്. എന്നാൽ സൗഹൃദമുള്ള പ്രദേശങ്ങളിലോ ഏത് പാതിരാവിലും എല്ലാം നടക്കുകയാണ്. ഹുദാനാഥ സദാനന്ദ എന്ന് പറഞ്ഞ അഖണ്ഡനാമ യജ്ഞം ഒരു മുസ്ലിം സമുദായക്കാരനും ആക്ഷേപമില്ല. അസ്സലാത്തു ഖൈറും മിനന്നൗം, ഞങ്ങൾ ഉറക്കം കൊടുത്തുന്ന സഹോദര സമുദായത്തിനും ആക്ഷേപമില്ല. അത് കേരളമാണ്. ഹിന്ദു മുസ്ലിം മൈത്രി കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ പൊന്നു നാട്.
ആ കേരളത്തിൽ ഈ പേര് ഉപയോഗിച്ചിട്ട് പൊന്നു തങ്ങൾ, എന്റെ പ്രിയപ്പെട്ട CH ബാപ്പുട്ടി തങ്ങൾ, ഇവരെല്ലാം അന്തസ്സായി നിന്നു. അവരുടെ തൊപ്പി എന്നൊരു പ്രശ്നമായില്ല, താടി ഒരു പ്രശ്നമായില്ല, കൊടി ഒരു വിഷയമായില്ല, ചിഹ്നം ഒരു വിഷയമായില്ല. അനങ്ങിയ ജാതീയത. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പാടിയൊരു പാട്ടുണ്ട്, അയ്യപ്പന്റെ അമ്മ അയ്യപ്പന്റെ കാക്ക കൊത്തി കടലിൽ, തട്ടാപ്പിള്ളേര് തട്ടിയെടുത്തു, മുക്കുവപ്പിള്ളേര് മുങ്ങിയെടുത്തു. ഇന്നത് പാടിയാല് സുകുമാരൻ നായർക്ക് എന്താ തോന്നാന്ന് പറയാൻ പറ്റില്ല. എല്ലാം ജാതീയമായി കാണും. ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോ ആ ഉദ്യോഗസ്ഥൻ ഏതാ സമുദായം? PT ഉഷ ഓടി വരുമ്പോ നമ്മൾ നോക്കിയിരുന്നത് എന്താ? മുന്നിലാണോ എന്നാണ്. ഫസ്റ്റ് പ്രൈസ് ആണോ? PT ഉഷ ഓക്കെ, ഇന്ത്യക്കാരി, ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു നമ്മൾ പറയും. കപിൽ ദേവ് ക്രിക്കറ്റിൽ തുടങ്ങിയാൽ സമുദായം നോക്കൂല. അസ്ഹറുദ്ദീൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാക്കിയപ്പോ ഒരാളും ആക്ഷേപം ഉന്നയിച്ചില്ല. എന്നെല്ലാം ജാതീയത, ഉദ്യോഗസ്ഥന്റെ ജാതിയല്ല. മുന്നിൽ വരുന്ന കുട്ടി ഏതാ സമുദായം? ഫസ്റ്റാ സെക്കൻഡാ നോക്കിയാ പോലെ. ഏതാ സമുദായം? അല്ലെങ്കിൽ അതാ നോട്ടം, ഏതാ സമുദായം, ഏതാ ജാതി? ഇങ്ങനെയുണ്ടോ? അടുത്ത കാലത്തായി നമുക്കെതിരെ കേരളക്കരയിൽ ഒരു പുതിയ സംഭവവികാസം. ഒരു വിഭാഗം കുറെ അങ്ങനെ ശ്രമിക്കാം. നമ്മളെ കൂട്ടത്തിൽ കുറെ ആളുകൾ നമുക്ക് കിട്ടുന്ന വോട്ട് എളിമാക്കും മൂത്തമാക്കും ഒക്കെ ഫസാദ് ഉണ്ടാക്കിയിട്ട് എന്താ ഇപ്പൊ ലീഗ്, എന്ത് നേടി ലീഗ് എന്ന്. എന്നാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ലീഗ് കണ്ടോ, ഗവർണറെ കാണുന്നു, മലപ്പുറത്തേക്ക് മലബാറിലേക്ക് വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്നു, ഗവർണറെ ഇടപെടണം, നോക്കണം. ഇവര് ഏറി എന്നുള്ള കുഴപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. SDPI ചോദിക്കുന്നത് എന്ത് നേടി നിങ്ങൾ എന്നുള്ളതാണ്. നമ്മളിതിന്റെ രണ്ടിനും നടുവിലാണ്. കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് നമുക്ക് കൊടുക്കാനും പറ്റണില്ല. ഇവര് പിന്നിൽ നിന്നിട്ട് വെറുതെ ഏതുപോലെ അറിയാം. എന്റെ നാട്ടിലുണ്ടായി ഒരു വണ്ടിയിൽ ഇങ്ങനെ ഞാൻ പോകുമ്പോൾ അതിന്റെ മുന്നിലൊരു വണ്ടി, അത് മാർക്സിസ്റ്റ് പാർട്ടി അത് വിചാരിച്ചോളൂ, അതിങ്ങനെ അങ്ങോട്ടല്ല ഗീർ ഒടുങ്ങി നിൽക്കുകയാണ്, അങ്ങോട്ടില്ല അങ്ങനെ നിൽക്കുക. ഈ ചെങ്ങായി ഒന്ന് സൈഡാക്കി ഒരു ഭാഗത്ത് ഇട്ടിട്ട് വേണം നമ്മളെ വണ്ടി ഒന്ന് മുന്നിൽ കിടക്കാം. അപ്പോഴാ SDPI പിന്നിലൊരു വണ്ടി കീ തന്നെ. ഓന്റെ വിചാരം എന്താണെന്നറിയാം, ഈ ഓണ് ചൂടായാലാണ് ബ്ലോക്ക് തീരുകയെന്നാണ് ഓരോ സംഭവം. അങ്ങനെ കീ നടിച്ചാണ് നോക്കുമ്പോ ഇയാളിങ്ങനെ ഇടയ്ക്ക് ഗ്ലാസ് കത്തി നോക്കുന്നുണ്ട് നടുവിലെ നമ്മളെ വണ്ടി. അപ്പൊ ഓൻ ചൂടായിട്ട് എന്നിട്ട് ഇറങ്ങി വന്നിട്ട് എന്താടോ മുന്നിൽ തടസ്സം ഉണ്ടായതാണ്, ഇടുക്കടോ വണ്ടി. അപ്പൊ ഇയാളെന്താ പറഞ്ഞറിയാം, ചാവിയേറ്റിന്റെ എണ്ണ എന്റെ വണ്ടി ഒന്ന് മുന്നിലാക്കിക്കൊണ്ട് എന്റെ ഓണ് ഞാൻ അങ്ങനെ അടിച്ചു പിടിച്ചോളാം. എന്തൊരു സംഭവം! നമ്മുടെ നാട്ടിൽ നമ്മൾ വല്ലതും കൊണ്ടുവരികയാണ്. അപ്പൊ ഇവരെ തടസ്സം. മറ്റൊരു പിന്നിൽ നിന്നിട്ട് തികഞ്ഞിട്ടില്ല, കിട്ടിയിട്ടില്ല, പോരാ, നോക്കണം. നമ്മൾ വലിയ വലിയ റോഡ് കൊണ്ടുവരിക, അപ്പൊ ഫേസ്ബുക്കിലൊക്കെ പല കമന്റ്സും. അപ്പോൾ പഴയ റോഡിന്റെ ചിത്രം കൊടുത്തിട്ട് നമ്മളെ പ്രസംഗമൊക്കെ മോശമാക്കി കാണിക്കും. അവരൊന്നും ഭരണം മാറിയത് അറിഞ്ഞിട്ടില്ല സാധുക്കളെ. കരിപ്പൂർ എയർപോർട്ടിലൊന്ന് ഇറങ്ങി നാട്ടിലേക്ക് പോകുമ്പോൾ റോഡ് നോക്കി, കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പോണ റോഡൊന്ന് നോക്കി, രണ്ട് സൈഡിൽ ആ റിഫ്ലക്ടറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എയർ ഇന്ത്യക്ക് ഓർമ്മയില്ലാതെ അവിടെ വന്ന് ഇറങ്ങുമെന്ന് ബേജാറാകാൻ സംഭവമല്ലേ അബൂക്കർ സാഹിബ്? ചിലപ്പോ എയർ ഇന്ത്യക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇത്, അവരങ്ങ് റൺവേ എന്ന് കരുതിയിട്ട് ആ കുന്നംപുറത്തേറ്റ വന്ന് ഇറങ്ങുമെന്നുള്ള ബേജാറ്. അമ്മാതിരി ഇബ്രാഹിം കുഞ്ഞ് നമ്പർ 1 മിനിസ്റ്റർ എന്നാ പറഞ്ഞത്. ആര്? ഉമ്മൻചാണ്ടി പറയാ എന്റെ കൂട്ടത്തിൽ നമ്പർ 1 ഇബ്രാഹിം കുഞ്ഞാണ്. പിന്നെ ഗണേശനെന്താ ആക്ഷേപം? മോനെ ഗണേശ, എന്റെ കുട്ടിക്ക് അറിയായിട്ടാണ് ശബരിമല റോഡ് വീതി കൂട്ടിയത് ഞങ്ങളാണ്. PKK ബാബ ആദ്യം ആ പണി ചെയ്തപ്പോ മാതൃഭൂമിയുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എന്നൊരു കോളത്തിലൊരു സ്വാമി എഴുതിയത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ഞങ്ങളുടെ സ്വാമിമാർ ശബരിമല സന്നിധാനത്തിൽ പോകാറുണ്ട്, അവിടെ പോയി ഞങ്ങൾ പാടാറുണ്ട്. വാവര് സ്വാമിയെ ശരണം വല്ലയ്യപ്പ എന്ന് വാവര് പള്ളിയുടെ അടുക്കൽ പോകും. എന്നാൽ ബാവ എന്ന് പറയുന്ന മന്ത്രി ചെയ്ത ഈ നന്ദി കാണുമ്പോൾ ഞങ്ങൾക്ക് പാടാൻ തോന്നുന്നു. ബാവ മന്ത്രിയെ ശരണം വല്ലയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എന്ന കോളത്തിൽ ഒരു സ്വാമി എഴുതിയത് ഞാൻ ഇന്നും ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഗണേശന്റെ അസുഖം ഞങ്ങൾക്കറിയാം. ലീഗിന് 10 ആള് തല്ലുമ്പോ ആ കൂട്ടത്തിൽ ഇവരെ വക രണ്ടടി. അതെല്ലാം ജാതീയമാണ്. വളരെ ഗൗരവമായ കേരളത്തിലെ ഇപ്പോഴത്തെ നീക്കം. പിന്നെ കേൾക്കണ രസം, ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ഒരു പുതിയ സാഹചര്യം എന്തെന്നറിയാം?
വലിയ റോഡ് കൊണ്ടുവരും. അപ്പൊ ഫേസ്ബുക്കിലൊക്കെ പല കമന്റ്സും അപ്പോൾ പഴയ റോഡിന്റെ ചിത്രം കൊടുത്തിട്ട് നമ്മളെ പ്രസംഗമൊക്കെ മോശമാക്കി കാണിക്കും. അവരൊന്നും ഭരണം മാറിയത് അറിഞ്ഞിട്ടില്ല സാധുക്കളെ. കരിപ്പൂർ എയർപോർട്ടിൽ ഒന്ന് ഇറങ്ങി നാട്ടിലേക്ക് പോകുമ്പോ റോഡ് നോക്കി, കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പോണ റോഡൊന്ന് നോക്കി, രണ്ട് സൈഡിൽ ആ റിഫ്ലക്ടറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എയർ ഇന്ത്യക്ക് ഓർമ്മയില്ലാതെ അവിടെ വന്ന് ഇറങ്ങുമെന്ന് ബേജാറാകാനാണ്. ഇത് സംഭവമല്ലേ അല്ലേ അബൂക്കർ സാഹിബ്? ചിലപ്പോ എയർ ഇന്ത്യക്ക് അങ്ങനെ ഉണ്ടല്ലോ ഇത്, അവരങ്ങ് റൺവേന്ന് കയറ്റിയിട്ട് ആ കുന്നംപുറത്തേറ്റ വന്ന് ഇറങ്ങുമെന്നുള്ള ബേജാറ്. അമ്മാതിരി ഇബ്രാഹിം കുഞ്ഞ് നമ്പർ 1 മിനിസ്റ്റർ എന്നാ പറഞ്ഞത്. ആര്? ഉമ്മൻചാണ്ടി പറയാ എന്റെ കൂട്ടത്തില് നമ്പർ 1 ഇബ്രാഹിം കുഞ്ഞാണ്. പിന്നെ ഗണേശൻ എന്താ ആക്ഷേപം? മോനെ ഗണേശ, എന്റെ കുട്ടിക്ക് അറിയായിട്ടാണ് ശബരിമല റോഡ് വീതി കൂട്ടിയത് ഞങ്ങളാണ്. PKK ബാബ ആദ്യമാ പണി ചെയ്തപ്പോ മാതൃഭൂമിയുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എന്നൊരു കോളത്തിലൊരു സ്വാമി എഴുതിയത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ഞങ്ങളുടെ സ്വാമിമാർ ശബരിമല സന്നിധാനത്തിൽ പോകാറുണ്ട്, അവിടെ പോയി ഞങ്ങൾ പാടാറുണ്ട്. വാവര് സ്വാമിയെ ശരണം പൊന്നയ്യപ്പ എന്ന് വാവര് പള്ളിയുടെ അടുക്കൽ പോയി. എന്നാൽ ബാവ എന്ന് പറയുന്ന മന്ത്രി ചെയ്ത ഈ നന്ദി കാണുമ്പോൾ ഞങ്ങൾക്ക് പാടാൻ തോന്നുന്നു. ബാവ മന്ത്രിയെ ശരണം പൊന്നയ്യപ്പ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും എന്ന കോളത്തിൽ ഒരു സ്വാമി എഴുതിയത് ഞാൻ ഇന്നും ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഗണേശന്റെ അസുഖം ഞങ്ങൾക്കറിയാം. ലീഗിന് 10 ആള് തല്ലുമ്പോ ആ കൂട്ടത്തിൽ ഇവരെ വക രണ്ടടി. അതല്ല, എല്ലാം ജാതീയമാണ്. വളരെ ഗൗരവമായ കേരളത്തിലെ ഇപ്പോഴത്തെ നീക്കം. പിന്നെ കേൾക്കണ രസം, ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ഒരു പുതിയ സാഹചര്യം എന്തെന്നറിയാം. കണ്ണൂരിൽ RSS BJPക്കാർ ധാരാളം CPMലേക്ക് ഇങ്ങോട്ട്, തൃശ്ശൂര് അപ്പുറത്തേക്ക് തിരുവനന്തപുരം ഭാഗത്തൊക്കെ കുറെ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ നേരെ കണ്ട്. ഞാൻ പറയുന്ന കണക്കല്ല, പന്നിൽ രവീന്ദ്രൻ തന്ന കണക്ക്. ബ്രാഞ്ച് ലോക്കൽ CPM കമ്മിറ്റികൾ പറയുന്നു O രാജഗോപാൽ 2ാം സ്ഥാനത്തേക്ക് വന്നപ്പോൾ LDF 3ാം സ്ഥാനത്തേക്ക് പോയ മുഴുവൻ സ്ഥലങ്ങളിലും പാർട്ടി പ്രവർത്തകരുടെ വോട്ട് ചോർന്നിട്ടുണ്ട്. അത് BJPയിലേക്കാണ്. ഇനി എന്തിനാ സംശയം? വെറുതെ എന്തെങ്കിലും പറയല്ല. CPM ചർച്ച, കാസർകോട്ട് ചർച്ച ചെയ്തു, ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയൊക്കെ. പഴയ പോലെയല്ല, ഇത്രയധികം പാർട്ടി വോട്ട് BJPയിലേക്ക് പോയൊരു കാര്യം ഇതിന് മുമ്പുണ്ടായിട്ടില്ല. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അമിത്ഷായുടെ തീരുമാനമനുസരിച്ച് കേരളത്തിൽ BJP ഒറ്റക്ക് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആരെ പിന്തുണയില്ല, വോട്ട് ആർക്കും കൊടുക്കില്ല, എത്രയാണ് തൂക്കെന്ന് നോക്കുകയാണ്. എന്നിട്ട് ആ വോട്ടിംഗ് വെച്ച് ഓരോ തെരഞ്ഞെടുപ്പിലും നീക്കേണ്ടുന്ന ഏർപ്പാട് എന്താണ് എന്ന് ശക്തമായ നീക്കം. ഇതിന് പിണറായി വിജയന്റെ പാർട്ടിയാണെങ്കിലോ വളരെ കൂളായിരിക്കുകയാണ്. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനിതൊന്നും ചെയ്തിട്ടില്ല, എന്താ സംഭവം നോക്കണങ്ങള്. ഇത്ര ആളുകൾ പാർട്ടിയിൽ അങ്ങോട്ട് മാറി, ഇങ്ങനെ തീരെ മിണ്ടാത്ത ഇവരിങ്ങനെ ലോഹിയാവുമ്പോ സാധാരണ RSSനെ കാണുമ്പോ BJPനെ കാണുമ്പോ RSSന് ഇങ്ങനെ ഭയങ്കരതായിരിക്കും. ഇപ്പൊ രണ്ടു കൂട്ടരുള്ള ഈ മൊഹബത്ത് കാണുമ്പോ ഈ തീരെ ലോഹിയില്ലാത്തവരൊക്കെ ലോഹിയാവുമ്പോ എന്റെ അമ്മായി തിരക്ക് പറയലുണ്ട്, മക്കളെ കവറ് മാറിയോ. എന്താ സംഭവം? ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണത്തിന് സൽക്കാരം, ഈ സൽക്കാരത്തിന്റെ അന്ന് അമ്മായിയമ്മ മോതിരിടുകയാണെങ്കിൽ അമ്മായിയമ്മക്ക് കൊടുക്കാൻ മരുമകൻ ഒരു 2500 രൂപ ഒരു കവറിൽ കരുതി വെക്കും. അഥവാ അമ്മായിയമ്മ മോതിരിട്ടാൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അപ്പൊ വെച്ച് വഷളാകാൻ പറ്റില്ലല്ലോ 2500. അപ്പൊ അതൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ അന്ന് ഈ ബാർബർമാര്, വസാന്മാര്, അതെ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്, അവര് വന്ന അവര് കണ്ണാടി കാണിച്ചു. ആ കണ്ണാടിയിൽ പുതിയാപ്പള്ളി കൂട്ടരൊക്കെ ഒന്നിങ്ങനെ വെറുതെ ഒന്ന് മുടിയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഒരു 50 രൂപ ഒരു കവറിലാക്കി മുപ്പർക്കും കൊടുക്കും. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പോൾ കട്ടിങ്ങിൽ കട്ട് ചെയ്തത് ഷേവിങ്ങിൽ കൂട്ടി കൊടുക്കലാണ്. ഇപ്പൊ അങ്ങനെ പോകും. അത് ആ കണ്ണാടി ഇങ്ങനെ നോക്കി നമ്മളൊരു 50 രൂപ വരുമ്പോൾ ഇവന്ത് ചെയ്തു അറിയാം, 2 ആൾക്കും കരുതിയിട്ട് ഒരു 50 ഒരു കവറിലും 2500 മറ്റൊരു കവറിലും. അന്ന് ഇപ്പൊ അവന് അത്ര റേറ്റുള്ളൂ. ഇപ്പോഴൊന്നുമില്ല. അത് രണ്ടും വെച്ചു. അമ്മായിയമ്മ പാലൊക്കെ കൊണ്ടുവന്ന് കോഴിമുട്ടൊക്കെ കൊടുത്തു. എന്നിട്ടിങ്ങനെ മോതിരേറ്റ് ഇങ്ങനെ വിളച്ച് വരികയാണ്. ഇവനൊരു ബേജാറ്, ഇത് മോതിരിട്ടുവോ, ഇട്ടാലിഞ്ഞ് പൈസ അങ്ങനെ തരുമോ, അല്ലെ അമ്മായിം വേണമെങ്കിൽ ഇത് ഇട്ടാലേ പൈസ ഇട്ടാതിരിക്കുവോ. ഇത് ബേജാറിന്റെ ഇടയിൽ രണ്ടു കൂട്ടരും കൂടി ഇങ്ങനെ ഒന്നും തള്ളിനിടയിൽ ഇതാ അവിടെ വെച്ചോ, അല്ല വേണ്ട എന്നൊക്കെ പറഞ്ഞ് 2 കവർ നിലത്തു. ഇതൊരു കവറെടുത്തിട്ട് അമ്മായിയമ്മ ആർക്കും കണ്ണാടി കാണിച്ചിട്ട് മൂപ്പർക്ക് ഇതുപോലെ. പൊന്നാര മക്കളെ, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇവൻ ഭാര്യ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അമ്മായിയും മരുവനും തമ്മിലൊരു പ്രത്യേക ബന്ധമുണ്ടല്ലോ. തിന്ന മോനെ വാണ്ടമ്മായി എന്നുള്ള പാട്ടൊക്കെ അങ്ങനെ ഇറങ്ങിയത്.
നോക്കിക്കളെ, ഈ അമ്മായിമ്മ ഭക്ഷണം കൊടുക്കണ നേരത്ത് ഈ വാണങ്ങ തിന്നാ മതി, ഇജ്ജ് തിന്നില്ലാച്ചിട്ട് വലക്കേണെന്നൊക്കെ ഒരു വർത്താനം. ആര്? അമ്മായിമ്മ ഭയങ്കര ചൂടില്. എന്നാലോ ഇവൻ ബസ്സിറങ്ങുമ്പോ ബാർബർ കത്തിരിയും ചീർപ്പൊക്കെ എടുത്തിട്ട് മാണിക്കല്ലേ കരളെ എപ്പോഴും വന്ന് അന്നത് കാണായിട്ട് 2 കവളത്തും നാച്ചന്നെ ഇതാന്നൊരു പിടുത്തം കിട്ടില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇവൻ ഭാര്യനോട് പറഞ്ഞാൽ അമ്മക്ക് എന്ത് ചെയ്യും, അമ്മ വന്നന്ന് ഞാൻ കാണാൻ വന്നന്ന് ഹോർലിക്സ് പിന്നെ ബൂസ്റ്റ് ചെയ്തു, ഇപ്പൊ അങ്ങനെ കഴിക്കുന്നുണ്ട് ഭാര്യ, എന്തെങ്കിലും അത് ശരിയാവില്ല, നമുക്ക് എന്തെങ്കിലും ഒരു വേണം പരിഹാരം. അത് സാരില്ല, ഓള് പറയും അത് സാരില്ല. സംഭവം ആലോചിച്ച് നോക്കുമ്പോ എന്താ മക്കളെ, കവറ് മാറിയത് 2500 ബാർബർക്ക് കിട്ടിയോ, നാറ്റാതിരിക്കോ, ഫ്രീ ആയിട്ടല്ലേ നാച്ചത് അല്ലേ. അമ്മായിപ്പൊക്കെ 50 കിട്ടി എന്ന പോലെ കേരളക്കരയിൽ ഒരു വമ്പിച്ച കവർ മാറ്റം നടക്കുന്നു. BJPയിൽ നിന്ന് RSSലേക്കും, RSSൽ നിന്ന് BJPയിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു, CPMലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, CPMൽ നിന്ന് BJPയിലേക്കും, BJPയിൽ നിന്ന് CPMലേക്കും. ഇത് കാര്യഗൗരവമായി പാർട്ടി എടുക്കുന്നില്ല. ഞാൻ ഈയിടക്കടുത്ത് പാലക്കാട് ഒരു യോഗത്തിന് ചെന്നപ്പോ അവിടെയുള്ള യൂത്ത് ലീഗ് പ്രവർത്തകർ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ വാർഡിലും ധാരാളം CPM സഹോദരന്മാർ BJPയിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു, ഇന്ന് അവരുടെ പ്രകടനമൊക്കെ സജീവമായി എല്ലാമായി. അപ്പൊ നല്ലൊരു നീക്കം കേരളത്തിൽ നീങ്ങും. 3 നിയമസഭാ മണ്ഡലത്തിൽ MLAമാർ മുന്നിട്ട് നിൽക്കുന്നു BJPക്ക്. ഇപ്പോൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വന്നപ്പോ 3 താമര വിടർന്നു നിൽക്കുന്നു. 3 BJP ലീഡുള്ള മണ്ഡലങ്ങൾ കേരളത്തിൽ വന്നു, അക്കൗണ്ട് തുറക്കുന്നു. നോക്കണം, കേരളത്തിലെ ഹിന്ദുവിനെ നമുക്ക് വിശ്വാസമുണ്ട്. കാസർകോട്ടും മഞ്ചേശ്വരത്തും കോണിക്കാ വോട്ട് ചെയ്യുന്നത് താമരയെ മാറ്റിയിട്ട്. അരിവാൾ 3-ാം സ്ഥാനത്താണ്. അബ്ദുൾ റസാഖ് റദ്ദു ചെയ്യും എന്ന് നെല്ലിക്കുന്ന് ജയിക്കുന്ന മണ്ഡലം 65% ഹൈന്ദവരാണ് വോട്ടർ പട്ടികയിൽ. 35 ലീഗുള്ളൂ, 35 മുസ്ലിങ്ങളുള്ളൂ. ആ 35-ൽ INL പോണോ, PDP പോണോ, സുഡാപ്പി പോണോ, എല്ലാം ആറ്റി കഴിച്ച് കുറുക്കി അരിച്ചാൽ ബാക്കി എത്ര കിട്ടും? അവിടെ 10,000-കണക്കിന് ലീഡിന് ഗ്യാസും കുറ്റിയല്ല ചിഹ്ന ഏതാണെന്നറിയാം? കോണി. ഹൈദരലി തങ്ങളുടെ ആറ്റപ്പൂ തങ്ങളുടെ കോണി താമരയോട് ഏറ്റുമുട്ടിയിട്ട് ഹൈന്ദവർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ ജയിക്കാം. ഇതിലും നല്ലൊരു ചിന്ത നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടോ? നമ്മളെ മാനിക്കുകയാണ് എല്ലാവരും. INLനെ ഇപ്പോഴും ഇടതു മുന്നണിക്ക് എടുത്തിട്ടില്ല. ഞാൻ കാസർഗോഡ് ടി സിദ്ദീഖിന് വേണ്ടി പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടൊക്കെ ഇപ്പോഴും INLനെ ഇടതു മുന്നണിക്ക് എടുത്തിട്ടില്ല. എല്ലാ ഓഫീസിന്റെ ബാനർ ഇങ്ങനെ LDF INL തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്, അങ്ങനെ ഉണ്ടോ? LDF CPI ഇല്ലല്ലോ, അങ്ങനെയല്ല. LDF RSP അങ്ങനെയൊന്നുമില്ല. LDF INL തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. അത് ഇതുവരെ എടുത്തിട്ടില്ല. എന്തായിരുന്നു സേഠ് സാഹിബിനോട് അവരെന്ന് പറഞ്ഞത്? സേട്ടു ഇപ്പോഴും ശരീഅത്തിന്റെ ആളല്ലേ, അത് തിരുത്തിയാൽ ശരീഅത്തിനെ തള്ളി പറഞ്ഞാൽ എടുക്കുക എന്ന ഷർത്ത് ഒരു വിശ്വാസി എന്ന നിലക്ക് INLകാർ ഇന്ന് വരെ അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. PJ ജോസഫ് ഇടതുമുന്നണിക്ക് വരുന്നു എന്ന് കേട്ടപ്പോ എന്താ CPM വെച്ച ഷർത്ത്? എന്താ? പള്ളിക്കാരെയും പട്ടക്കാരെയും തള്ളി പറയണം, അതാ ഡിമാൻഡ്. പറഞ്ഞില്ല. INLനെ ഇപ്പോഴും എടുക്കാത്തത് ശരീഅത്തിനെ തള്ളി പറയാനിട്ടാണ്. ഇതിലാണ് മോഡി ശ്രമിക്കുന്നത്. ശരീഅത്തില്ലാത്ത ഏക സിവിൽ കോഡ് ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഇടതുവിന് വോട്ട് INL ചെയ്യണം. INL ഒരു പച്ചക്കൊടി എപ്പോഴും ഓരോ കൂടെ വേണം. അതെന്തോ ആവും, എപ്പോഴും ഇടതുമുന്നണിക്ക് എങ്ങനെങ്കിലും ഒരു പച്ചക്കൊടി ഉണ്ടാവും. വീരേന്ദ്രകുമാർ ഉണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒരു പച്ചക്കൊടി വേണം. അത് വെച്ചിട്ട് ഇങ്ങനെ സമുദായത്തിലെ ആളുകളോട് ഞങ്ങളെ കൂടുതൽ ഇന്നവരൊക്കെ ഉണ്ട്, എന്നാലാ കൂട്ടത്തിൽ ആണെന്ന് പറയാൻ മടി. അതാണല്ലോ LDF INL തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. അങ്ങനെ ഉണ്ടല്ലേക്ക് ബിരിയാണി സാധനങ്ങളും പിന്നെ അണ്ടിപ്പരിപ്പും ലഭിക്കുന്നതാണ്. അങ്ങനെയല്ലല്ലോ, അണ്ടിപ്പരിപ്പ് ബിരിയാണി സാധനത്തിൽ പെടുമല്ലോ അല്ലേ? അങ്ങനെയല്ലേ? പിന്നെ എന്തുകൊണ്ടാണത് പറയാൻ മടി? എന്നാ നോക്കൂ, കേരളത്തിൽ നമ്മൾ കാണിച്ച മാതൃക കൊണ്ട് ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞയക്കുന്ന MP-മാരെ കൊണ്ട് നന്മകളാണ് രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തടുക്കാൻ വളരെ മോശമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മളെ കേരളക്കരയിൽ ഇപ്പോൾ പലരും നീങ്ങിക്കൊണ്ട്. ഇത് ഒന്നും കൂടി ആക്കം കൂട്ടാൻ പുതിയ സംഘടനകൾ മലപ്പുറം എന്ത് നേടി, ലീഗ് എന്ത് ചെയ്തു, എന്നിട്ട് നമ്മൾ വല്ല
താലൂക്കോ ജില്ലയോ പ്രഖ്യാപിക്കും. ഇപ്പോഴല്ലേ വല്ലതും കിട്ടാൻ തുടങ്ങിയത്. മെഡിക്കൽ കോളേജ് കേരളത്തിൽ പത്തനംതിട്ടയിൽ, ആലപ്പുഴയിൽ, ഇടുക്കിയിൽ, എന്താ പറയുക, തൃശ്ശൂരിൽ. ഞാൻ പ്രാദേശിക സങ്കുചിത്വം പറയാൻ തോന്നരുത്. എന്നാൽ നമുക്കുള്ള മെഡിക്കൽ കോളേജ് ഏതായിരുന്നു? മലബാറുകാരുടെ മെഡിക്കൽ കോളേജ് പാലക്കാട്ടേർക്കും, മലപ്പുറത്തേർക്കും, കോഴിക്കോട്ടേർക്കും, കണ്ണൂർക്കാർക്കും, കാസർകോട്ടേർക്കും, വയനാട്ടേർക്കും കൂടി ഒരൊറ്റ മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ആ തീരുമാനമാണ് ഇപ്പൊ കുഞ്ഞാപ്പ മാറ്റിയത്. സാധാരണ അവിടെ നിന്ന് ഇങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജ്, ബിടെക്കൊക്കെ കൊടുത്തു ഇങ്ങനെ വരുമ്പോ തൃശ്ശൂർ എത്തിയാൽ കഴിഞ്ഞു. കളമ്പി ഇങ്ങനെ വരികയാണ്. തൃശ്ശൂരെത്തിയ ഊണ് കഴിഞ്ഞു. മലപ്പുറത്തേക്ക് അച്ചാറ് മാത്രം, കോഴിക്കോട്ടേക്ക് തൈര് മാത്രം, കണ്ണൂർക്കാർക്ക് ഇല മാത്രം. കാസർകോട്ടയിലോടും വയനാട്ടിലോട്ടും പറയും അടുത്ത ട്രിപ്പിനിരിക്കാണ്. കുഞ്ഞാപ്പ പറഞ്ഞ് നമുക്ക് വിളമ്പലൊന്ന് മാറ്റണം. ഉമ്മൻചാണ്ടിയുടെ കയ്യിലൊരു കോരി കൊടുത്തിട്ട് കെ എം മാണിയുടെ തളികയിൽ നിന്ന് കുഞ്ഞാപ്പ അവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും, അവിടെ കൊടുക്കും. കാസർഗോഡ് മെഡിക്കൽ കോളേജ്, കണ്ണൂരിൽ മലപ്പുറത്ത് മെഡിക്കൽ കോളേജ്, വയനാട് മെഡിക്കൽ കോളേജ്, മലപ്പുറത്ത് മെഡിക്കൽ കോളേജ്, പാലക്കാട് മെഡിക്കൽ കോളേജ്. അൽഹംദുലില്ലാഹ് നമ്മൾ കൊടുത്തു. MBBS വരട്ടെ. എൻ ശംസുദ്ദീന്റെ മണ്ഡലത്തിൽ SC STക്കാണ് മെഡിക്കൽ കോളേജ്. 100 MBBS ഇറങ്ങുമ്പോ 50 മറിച്ചും 50 SC ST, പട്ടികജാതി പട്ടികവർഗം. ആദിവാസി അട്ടപ്പാടിയിൽ കൊട്ടിപ്പാടാൻ മാത്രം, വയറ്റത്ത് കൊട്ടിപ്പാടാൻ മാത്രം വിധിച്ച ആദിവാസി ഒരു ഡോക്ടറായി വരുന്നു മുസ്ലിം ലീഗിന്റെ പവറിൽ. നമ്മളെല്ലാവർക്കും വേണ്ടി തന്നെ. എന്നിട്ടും ആ ബജറ്റ് അവതരിപ്പിച്ചപ്പോ ചിലരെന്താ പറഞ്ഞത്? ഇത് പാണക്കാട്ട ബജറ്റാണ്, ഇത് കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നുള്ള ബജറ്റാണ്. മലപ്പുറത്ത് മെഡിക്കൽ കോളേജിൽ ആദ്യം ചേർന്ന കുട്ടിയുടെ പേര് ലെറ്ററിൽ വിളിച്ചു അശ്വതി പ്രസൻസ് സാർ. അശ്വതിക്കാണ് ഭാഗ്യം കിട്ടിയത്. ലീഗ് കൊണ്ടുവന്ന ഒരു മെഡിക്കൽ കോളേജ്. അപ്പൊ ചിലർ പറയാൻ പറ്റൂല, അവിടെ ലീഗ് ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നെന്ന് കരുതിയിട്ട് അവിടെ ലീഗിന് മാത്രം ഒരു പ്രത്യേക ഇഞ്ചക്ഷൻ ഉണ്ടാവും. എല്ലാവർക്കും ഉള്ള സൂചനയില്ലേ നമുക്കുണ്ടാവും. ഒരു ആയുർവേദ സർവകലാശാല കോട്ടക്കൽ കൊണ്ടുവരുന്നു സമദാനി. ആയുർവേദ സർവകലാശാല വന്നാൽ അതിന്റെ കീഴിൽ ആയുർവേദ കോളേജ് വേറെ വരും. അവിടെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാം. അവിടെ പ്രത്യേകമായ വല്ല ചികിത്സക്ക് നല്ല നല്ല ലേഹ്യങ്ങൾ ഉണ്ടാവും, നല്ല ലേഹ്യം ഉണ്ടാവും. പിന്നെ എന്തിനാണ് ഈ അലോഹ്യം? വെറുതെ കുഴപ്പമുണ്ടാക്കാൻ എന്തെങ്കിലും പറയാം. ലീഗല്ലേ കൊണ്ടുവരുന്നത്? ലീഗ് എന്താ കൊണ്ടുവരുന്നത് നോക്കുക. ലീഗ് എന്താ? നമ്മൾ മലയാള സർവകലാശാല കൊടുത്തില്ല. കേരളത്തിൽ ചരിത്രത്തിലുണ്ടായി എന്റെ CH സൈറ്റ് ത്യാഗത്തിനെ പോലെ മക്കളെ അറിയും. അറബ് നാട്ടിൽ പണി വേണം, അറബ് നാട്ടിലെ പണവും വേണം, അറബ് ഭാഷ പഠിക്കാൻ മാത്രം കേരള നാട്ടിൽ ഇടമില്ലേ എന്ന് ചോദിച്ചിന്റെ മജീദും റഹ്മാനും കുഞ്ഞിപ്പയും കൽബ് കൊടുത്ത് കരള് കൊടുത്ത് അറബ് ഭാഷയ്ക്ക് വേണ്ടി അലരാടുമ്പോ CHനെ കേരളത്തിന്റെ നിയമസഭയിൽ താഴ്ത്തിവിട്ടു. ചന്ദ്രിക ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞു ഇടതുപക്ഷക്കാർ. ചന്ദ്രികയിൽ ഒരു ലേഖനം വന്നിരിക്കുന്നു, അറബി മാതൃഭാഷയാണ് എന്ന്. CH പറഞ്ഞു അല്ലേ അല്ല, മലയാളിക്കൊരു മാതൃഭാഷയേ ഉള്ളൂ, അത് മലയാളം തന്നെ. ചന്ദ്രികയിൽ വന്നത് മാതൃഹൃദയം പോലെ ബന്ധപ്പെട്ടതാണ്, മാതൃഹൃദയം പോലെ ബന്ധപ്പെട്ടതാണ്. മഹാനായ CH അന്നൊരു യോഗത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചു അത്രയും. എന്താ മാതൃഹൃദയം എന്ന് പറഞ്ഞാൽ തെറ്റ്. ഞങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണാൽ ഞങ്ങളുടെ കാതിൽ ആദ്യമായി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് അറബിയാണ്. ഞങ്ങൾ അവസാനം കണ്ണടക്കുമ്പോൾ ഞങ്ങളുടെ കാതിൽ കേൾക്കാനും ചുണ്ടിൽ ഉരുവിടാനും ആഗ്രഹിക്കുന്ന ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതും അറബിയാണ്. ഞങ്ങൾ 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെക്കുമ്പോ ചുറ്റും കൂടിയവർ 3 പിടി മണ്ണ് വാരിയിടും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, അതും അറബിയാണ്. അങ്ങനെ ജനനം തൊട്ട് മരണം വരെ, മണ്ണിലേക്ക് പോകുന്നത് വരെ അറബിയോട് ഞങ്ങൾക്കൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ പേരാണ് മക്കളെ പൊക്കിൾക്കൊടി ബന്ധം. ആ ബന്ധം മാതാവിന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അതേ അറബി മാതൃഹൃദയം പോലെ ബന്ധപ്പെട്ടത് തന്നെ. പുലിക്കൂട്ടിൽ പോയി വെടിവെച്ച് ശീലിച്ചെന്റെ മുത്തു CH ആർജവത്തോടുകൂടി പറഞ്ഞു. ചന്ദ്രികയുടെ പത്രാധിപരെ കേരളത്തിന്റെ നിയമസഭയിൽ കൊണ്ടുവന്ന് മാപ്പ് പറയിക്കണം എന്നൊരു നിർബന്ധം. CH പറഞ്ഞു ഇല്ല. ഇവരാക്രോശിച്ചു, ഓ മലയാള വിരോധി, ഓ അക്ഷരത്തിന്റെ ശത്രുവേ. എന്നാ കേൾക്കണം, എന്റെ പൊന്നു CH വഫാത്തായി മക്കളെ. ആ CHന്റെ കാലശേഷം ആ കസേരയിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുടെ പേരാണ്
കെ ഔക്കാദർ കുട്ടി നഹാ സാഹിബ്. ആ നഹാ സാഹിബിന്റെ രക്തത്തിൽ പിറന്ന പുന്നാര മോനാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുൾ റബ്ബ്. ആ അബ്ദുൾ റബ്ബിന്റെ കൈകൾ കൊണ്ട് തന്നെ ഇന്ന് കേരളക്കരയിൽ നമ്മളെ കാലത്ത് തുഞ്ചത്താചാര്യന്റെ മണ്ണിൽ തിരൂരിന് ഒരു തിരുമുൽ കാഴ്ചയായി, തിരൂരിന്റെ തിരുനെറ്റിയിൽ ഒരു തിലകക്കുറിയായി നമ്മൾ മലയാളം സർവകലാശാല കൊടുത്തിരിക്കുന്നു. എന്റെ CH-നെ മലയാള വിരോധി എന്ന് വിളിച്ച പലരെ വില്ലാളി വീരന്മാരൊന്നും ഹയാത്തിലുണ്ട്. എന്നാൽ തിന്നടാ തിന്നോ എന്ന് പറയാൻ എന്റെ കോയാസായി നമ്മളെ കൂടെ ഹയാത്തിലില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രമേ നമുക്കുള്ളൂ. പൊന്നുമക്കളെ, നമ്മളെ റൂട്ട് വഴിച്ചിട്ടില്ല. നമ്മളെല്ലാവരും സ്നേഹിച്ചു പോകുക, ശത്രുവിനെ പോലും സ്നേഹിക്കരുത് അല്ലേ? ടി ജലീലിനൊരു ദുർഗതി വന്നില്ല. നമ്മുടെ പാർട്ടിയിലൊന്ന് പലരും പോയിട്ടുണ്ട്, അവർക്ക് ആർക്കും ഒരു ദുർഗതി വന്നില്ല. TP ചന്ദ്രശേഖരന്റെ സ്ഥിതി എന്താണ്? TP ചന്ദ്രശേഖരന്റെ സ്ഥിതി എന്തായിരുന്നു? NVR-നെ മരണം വരെ ഓർമ്മയുള്ള കാലത്തൊന്നും നമ്മളാളാന്ന് പറഞ്ഞില്ല. ഓർമ്മ പോയപ്പോ പറഞ്ഞു അപ്പൊ നമ്മളാളാണ്. നമ്മളൊക്കെ സ്വീകരിക്കുന്നവരെ കൊണ്ടുവരുന്നവരൊക്കെ എത്ര മാന്യമായ കൊണ്ടുവന്നിരുന്നത്. അതിലേക്ക് പോയ ആരെയെങ്കിലും മാന്യമായി സ്വീകരിക്കുന്നുണ്ടോ? കുറച്ചൊന്ന് പരീക്ഷിക്കാൻ നിർത്തും, സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊക്കെ ആക്കിയിട്ട്. എന്നിട്ടിങ്ങനെ ഗ്യാസും കുറ്റി കൊടുക്കും, വേറെ ഏതെങ്കിലും ചിഹ്നം കൊടുക്കും. അവസാനം അരിവാൾ ചുറ്റിക്കൊക്കെ വരണമെങ്കിൽ ഈ കാലിട്ടിട്ട പ്രായത്തിൽ എത്തും. എന്നാലോ നമ്മളങ്ങനെയല്ല, നമ്മളെല്ലാവരും പെട്ടെന്ന് സ്വീകരിക്കുക. കാരണം പ്രാണനും കൊണ്ട് ഓടി വരിക. അപ്പൊ നമ്മളെ ഗെയിച്ചെടുത്തിട്ട് ഒരു ചങ്ങായി ചാടി വരുന്നുണ്ട്, അവന്റെ പിന്നാലെ ആരോ പറഞ്ഞു. അപ്പൊ അവനോട് പോസ്റ്റ് ബോക്സ് ഒക്കെ ചോദിക്കാന്ന് വെച്ചാൽ കയറ്റിയിരുത്തല്ലേ, എന്നിട്ട് കൊടുക്കുക, ചിഹ്നം കൊടുക്കുക, എന്നിട്ട് കൊടുത്തിട്ട് നമ്മൾ ആളാക്കി മാറ്റുക. മഞ്ഞളാംകുടി അലി, ചെൽവരാൻ അല്ലേ, എല്ലാവരും ഇങ്ങോട്ട് വരികയല്ല ചെയ്തത്. എല്ലാവരും ഇങ്ങോട്ട് വരികയാണ്, എല്ലാവരും അബ്ദുള്ളക്കുട്ടി എല്ലാം കണ്ടു വന്നു. അങ്ങോട്ടാരായൊരു ജലീല് മാത്രം അങ്ങോട്ട് പോയത്. ആകാതുമില്ല അപ്പുറത്ത് പോയി കൂടിയത്. പണ്ട് പാത്തുമോനെ അറബിനെ കൊണ്ട് കെട്ടിച്ചൊരവസ്ഥ. പാത്തുമോനെ കൊണ്ട് അറബിനെ കൊണ്ട് കെട്ടിക്കുമ്പോ എല്ലാ കൂട്ടുകുടുംബക്കാരും പറഞ്ഞു പോണ്ട മാളെ സുയിപ്പാണ് കേട്ടാ, നമുക്ക് ഭാഷ ഒന്നല്ല, ആകെ പ്രശ്നമാണ്. മാത്രമല്ല അവിടെ പോയ വമ്പിച്ച ആളുകൾ ഇവിടുത്തെ മാതിരൊന്നല്ല എന്നൊക്കെ പറഞ്ഞു പോയി. 1.5 കൊല്ലം നിന്നിട്ട് അവിടെ കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങി. അങ്ങനെ നാത്തുമാരെ ഇളച്ചോളൊക്കെ കണ്ടപ്പോൾ ആത്തുമോനായിട്ട് ഇങ്ങനെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ചോദിച്ചു, ഓള് പറയും എന്തേരുന്ന് ഇവിടുന്ന് പോകുമ്പോൾ എല്ലാവരും കൂടി പറിച്ചത് സുയിപ്പാവും, ഇടങ്ങറാവും, ഒന്നുമില്ല, ഞങ്ങൾ ഈ വിചാരിക്കണതിലൊന്നുമില്ല. വർത്താനത്തിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ചിരിയും കളിയൊക്കെ ഇവിടുത്തായി തന്നെ അറിഞ്ഞു. ആര് പറഞ്ഞു അതുപോലെ അവിടെ പോയി കേട്ട് പറയാട്ടെ, ഇത് ന്യൂനപക്ഷത്തിനെതിരല്ല, അത് മുസ്ലിങ്ങൾക്ക് ഗുണമുള്ള പാർട്ടി തന്നെയാണ് എന്നൊക്കെ അവിടെ പോയിട്ട് പറയാം. ആരാ അങ്ങോട്ട് പോയത്? ഇദ്ദേഹം അല്ലാതെ ബാക്കിയൊക്കെ എല്ലാവരും കണ്ടാ പോകുന്നത്, എല്ലാവരും കണ്ടാ പോകുന്നത്. ആരും അങ്ങോട്ട് പോണില്ല, ആരും അങ്ങോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോ അവരിപ്പോ ചെയ്ത പണി എന്താ പറയാ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പിണറായി വിജയൻ പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്, ഇടതുപക്ഷത്തിന്റെ വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ആ വിവരം അറിഞ്ഞപ്പോ പ്രേമചന്ദ്രൻ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടിയാണ്. അപ്പൊ പിണറായി അറിഞ്ഞ ആ വാതിലാണ്ട് അടച്ചാളി തുറന്നിട്ട കേറാൻ. ഇപ്പൊ ഗൗരിയമ്മനെ പാർട്ടിക്ക് എടുക്കുന്നുണ്ടെന്ന് കേട്ടു. എന്തിനാണത്? നമ്മളെ നാട്ടിലൊക്കെ വയസ്സന്മാരെ ബസ്സിൽ കയറ്റില്ലപ്പോഴാ ലക്ഷ്യം കുറയുമ്പോ, അങ്ങനല്ലേ? സാധാരണ തള്ളാരും തള്ളാരും കയ്യാട്ടിയ ബസ് നിർത്തൂല, ഡബിൾ അടിച്ചാണ്ട് വിടലാണ്. നേരെ മറിച്ച് ഇപ്പൊ ബസ് കാലിയാണ്. അപ്പൊ പോരുന്നില്ലേ ആക്കത്തിന് വന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സാവധാനത്തിന് കൊണ്ടുവരാം. എന്താ സംഭവം? പാർട്ടിയിലെ ആള് നന്നേ കുറഞ്ഞു. 3 ലക്ഷം പ്രവർത്തകരെ കുറഞ്ഞു. DYFI ശ്രീരാമകൃഷ്ണൻ ബാംഗ്ലൂരിൽ കൊടുത്ത കണക്കാണ്. പിന്നെയോ പിണറായിയുടെ വാർഡിൽ 7 സ്ഥിരാംഗങ്ങൾ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. ഇമാമിന്റെ വാർഡാണ്. സ്ഥിരാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുന്നിലെ സ്വത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരിതുവരെ മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. പാർട്ടിക്ക് നല്ല തകർച്ചയാണ്. ആരതിന്റെ കൂടെ? പന്നിൻ രവീന്ദ്രൻ കൂടെ ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടെ പന്നിൻ രവീന്ദ്രൻ ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐക്യത്തിന് വേണ്ടി ദോഹർന്നാൽ തന്നെ പന്നിൻ രവീന്ദ്രനെ ആമിയെടുക്കാൻ കിട്ടുമെന്ന് ഉറപ്പില്ല. എങ്ങനെ പണ്ട് അങ്ങനെ വഴതിന്റെ മജ്‌ലിസിൽ ഉസ്താദ് ദുആ ചെയ്തു, മക്കളെ നല്ല മനുഷ്യന്മാർക്ക് സ്വർഗം കിട്ടും. ആ നല്ല മനുഷ്യന്മാർക്ക് സ്വർഗത്തിൽ എന്താണോ ആഗ്രഹം അതും കിട്ടും. അതുകൊണ്ട് ഈ മജ്‌ലിസിൽ ഇരിക്കുന്നവർ സ്വർഗത്തിൽ പോകാൻ ഞാൻ പ്രാർത്ഥിക്കുക. നിങ്ങൾ എല്ലാവരും സംഭാവന കൊടുത്തയക്കണം. സ്വർഗത്തിൽ എന്താണോ മോഹം അതിനും വേണ്ടി ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആവശ്യങ്ങൾ എഴുതി ഒരു കുറിപ്പായി കൊണ്ടുവരണം. അപ്പോ ഒരു വല്യമ്മ പേരക്കുട്ടിയുടെ കയ്യിലൊരു കടലാസ് കൊടുത്തു. അത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ ഇങ്ങനെയാണ്: ദുന്യാവിലെ വല്യുപ്പാനെ തന്നെ പരലോകത്ത് മണവാളനായി ലഭിക്കാൻ ഒരു വല്യമ്മ 100 രൂപ സംഭാവന. ഇവിടുത്തെ വല്യുപ്പാനെ തന്നെ അവിടെ
എണയായിട്ട് കിട്ടണം. വല്യമ്മാന്റെ ഒരു മുറാദാണ് സ്വർഗത്തിൽ. അതിന് ഉസ്താദ് ദ്വാരക്കണം 100 രൂപ സംഭാവന. ഇതിന്റെ വിവരം അറിഞ്ഞേക്ക് വല്യപ്പ ടോർച്ച അവിടെ വെച്ചിട്ട് അറിഞ്ഞു ദ്വാരക്കാൻ പറ്റിയത്. ഞാൻ ഓളേക്കൊന്ന് മരിച്ച് പിരിഞ്ഞിട്ടാണ് അവിടെ പോയിട്ടെങ്കിലൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ വെച്ചിട്ട് കാത്തിട്ട് പടച്ചോനെ വിചാരിച്ച് ദ്വാരക്കരുത്. ഞാൻ 200 തരാം, 100 കൊടുത്താളിന്നാണ്. അപ്പൊ എന്താ സംഭവം എന്നറിയാം, ഒത്തുപോകില്ല. പന്നിന്റെ ഇതൊരു മുറാദാണ് സ്വർഗത്തിൽ. അതിന് ഉസ്താദ് ദ്വാരക്കണം 100 രൂപ സംഭാവന. ഇതിന്റെ വിവരം അറിഞ്ഞേക്ക് വല്യപ്പ ടോർച്ച അവിടെ വെച്ചിട്ട് അറിഞ്ഞു ദ്വാരക്കാൻ പറ്റിയത്. ഞാൻ ഓളേക്കൊന്ന് മരിച്ച് പിരിഞ്ഞിട്ടാണ് അവിടെ പോയിട്ടെങ്കിലൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ വെച്ചിട്ട് കാത്തിട്ട് പടച്ചോനെ വിചാരിച്ച് ദ്വാരക്കരുത്. ഞാൻ 200 തരാം, 100 കൊടുത്താളിന്നാണ്. അപ്പൊ എന്താ സംഭവം എന്നറിയാം, ഒത്തുപോകില്ല. പന്ന്യൻ രവീന്ദ്രപ്പതിന്റെ കൂടല്ല. പന്ന്യൻ പറയുന്നത് എന്താ, ഇനി മുതൽ ഇഖ്ലാസ് ഇല്ലാത്ത സമരത്തിന് ഞാൻ ഇല്ലയാണ്. കാരണം സോളാർ സമരം വെറുതെ ഇരുന്നു. ഒരു സമരം മുന്നോട്ട് പോകുന്നില്ല. പിന്നെയോ പാർട്ടിയിലുള്ള സ്ഥിതി എന്താ, ഇന്നത്തെ പത്രത്തിലെ സ്ഥിതി എന്താ, അച്യുതാനന്ദന്റെ ഒരു അരിവാളം പിടിച്ചു നിൽക്കുക. മൂപ്പര് സ്ഥിതി കേൾക്കണമെങ്കിൽ പാർട്ടി എപ്പോഴൊക്കെ പ്രതിക്കൂട്ടിലാകുന്നുവോ അപ്പോഴൊക്കെ മൂപ്പര് ആ പാർട്ടിയിൽ ഇല്ലാത്ത കോലത്തിൽ അഭിനയിക്കുക. ഞാൻ അതിലില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ടി പി ചന്ദ്രശേഖരന്റെ വധം നടക്കുമ്പോ, രമ ചർച്ചയാകുമ്പോ, ടി പി വധം ചർച്ചയാകുമ്പോ അച്യുതാനന്ദൻ അവിടെ ഒന്നുമില്ല. എവിടെ, രമന്റെ വീട്ടിൽ. സെൽവരാജിന്റെ തെരഞ്ഞെടുപ്പിന് കൈകൂപ്പി വരിക, പാർട്ടി ഇങ്ങനെ തള്ളി പറഞ്ഞിട്ട് എങ്ങനെ. പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോ മൂപ്പരൊരു നല്ല മനുഷ്യനായിട്ട് ഇങ്ങനെ വിട്ടിരിക്കും. നേരെ മറിച്ച് മൂപ്പർക്ക് ഒരു പ്രതിസന്ധി വരുമ്പോഴോ ഒരു ശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരനാവും മൂപ്പര്. നല്ലൊരു മുത്തലക്കായ സഖാവാണ്. എങ്ങനെ മൂപ്പരും മോനും ഒരു വിജിലൻസ് അന്വേഷണം നേരിട്ടെന്ന് വിട്ട് പിറ്റേ ദിവസത്തെ പത്രത്തിൽ കാണാം, CPM-നെ ഒരു ചുക്കും ചെയ്യാൻ ഞാൻ ആരെയും അനുവദിക്കൂല. കാരണം എന്താ, അപ്പൊ പിണറായും എടുക്കേണ്ട ആവശ്യം. അപ്പൊ ഇവരൊക്കെ ഇപ്പൊ ഇങ്ങനെ കൂട്ടി നിർത്തണം. അപ്പൊ മൂപ്പര് ഒരു നല്ല സഖാവായിട്ട് നിൽക്കും. മൂപ്പർക്കൊരു പ്രതിസന്ധി വന്നാൽ മൂപ്പര് നല്ല സഖാവാണ്. എന്നാ പാർട്ടിക്ക് ഒരു പ്രതിസന്ധി വരുമ്പോ മൂപ്പര് അതിലില്ല, കുറച്ച് വിട്ടു നിൽക്കും. അപ്പൊ മൂപ്പര് അപ്പെക്സിന്റെ പരസ്യം പോലെ. നേരെ മറിച്ച് മൂപ്പർക്ക് ഒരു പ്രതിസന്ധി വരുമ്പോഴോ മൂപ്പരപ്പം മേഘാ വാട്ടർ ടാങ്കിന്റെ പരസ്യം പോലെ. അപ്പെക്സിന്റെ പരസ്യം നിങ്ങൾ കേട്ടിട്ടില്ലേ, പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട, മൂപ്പര് സ്ഥാനമേ വിട പാർട്ടിയെ വിട എന്നേക്കും വിട. മൂപ്പരയിലൊന്നും ഇല്ലാന്ന് തോന്നിപ്പോ. എന്നാ മേഘാ വാട്ടർ ടാങ്കിന്റെ പരസ്യം കണ്ടോ നിങ്ങൾ, മൂപ്പർക്കൊരു പ്രതിസന്ധി വരുമ്പോ മൂപ്പര് അങ്ങനെയാണ്. മേഘാ വാട്ടർ ടാങ്കിന്റെ പരസ്യത്തിൽ ഒരു സിനിമാ നടി ഇന്നസെന്റിന് വെള്ളം കൊണ്ടു കൊടുക്കുന്നു. ആ വെള്ളം കൊണ്ട് കൊടുക്കുമ്പോ അവൾ ചോദിക്കുന്ന ചോദ്യം അവളോട്, ഇന്നസെന്റ് അണുബാധയുണ്ടോ? ആർക്ക്? മനുഷ്യ, ഇത് മേഘാ വാട്ടർ ടാങ്കിൽ നിന്നാണ്. ഓഹോ, എന്റെ വീട്ടിൽ മേഘാ വാട്ടർ ടാങ്കാണ്. അപ്പൊ അച്യുതാനന്ദൻ, അഴിമതിയുണ്ടോ? ആർക്ക്? ഞാൻ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഓഹോ, നമ്മളും റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത്ര ശുദ്ധനാന്നറിയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. എല്ലാ പുരോഗതിയുടെ നീയും കണക്കൽ കത്തിവെക്കുക, എല്ലാ നന്മയെ എതിർക്കുക. എന്നിട്ടോ ഞാൻ ചോദിക്കുന്നു, TP-യുടെ വധത്തിൽ ഈ അച്യുതാനന്ദന്റെ സ്റ്റേറ്റ്മെന്റിനെ ഞങ്ങൾ മാനിക്കുന്നു എങ്കിൽ എന്റെ ഷുഗൂറിന്റെ കാര്യത്തിൽ ഇയാളുടെ നിലപാടെന്താ? കൊലപാതകത്തിനെതിരാണെങ്കിൽ ആ പൊന്നുമോന്റെ കാര്യത്തിലല്ലേ എതിരാവേണ്ടത്? രാജാതി രാജനായ റബ്ബേ എന്ന് പറഞ്ഞ അവസാനം ആരായി MSF? ആരാണ് MSF? പറവകൾക്ക് വെള്ളം കൊടുക്കാൻ ലീഗ് കൽപ്പിച്ച കക്ഷിയാണ് MSF. പറവകൾക്ക് വെള്ളം കൊടുക്കാൻ. എന്നാൽ MSF-ന്റെ തളിപ്പറമ്പ് മണ്ഡലം ഖജാഞ്ചിക്ക് മരിക്കാൻ നേരത്ത് വെള്ളം കിട്ടിയില്ലല്ലോ. ചില്ലറക്കാരിയാണോ? ചില്ലറക്കാരി, ആ കുഴപ്പമില്ല. ആ കുട്ടിയുടെ വീടൊന്ന് കാണാൻ അച്യുതാനന്ദൻ വന്നിരുന്നുവെങ്കിൽ ഇയാൾ കൊലപാതക രാഷ്ട്രീയത്തിന് എതിരാന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. എന്തിൽ ചില കൊലപാതകം നല്ല കൊലപാതകമാണ്, ചില കൊലപാതകമൊന്നും അത്ര ഒരു രസമുള്ള കൊലപാതകമല്ല. എന്താ സ്ഥിതി എന്നറിയോ? ഒരാളും സംസാരിക്കാനില്ലല്ലോ. പാർട്ടിക്ക് വേണ്ടി വർത്തമാനം പറയുന്ന ഒരാളുമില്ല. പാർട്ടിയുടെ ജാഥ നടക്കുന്നില്ലല്ലോ ഇപ്പോൾ. ആദ്യത്തെ പോലും തന്നെ പാർട്ടിയുടെ ജാഥ നന്നേ കുറവാണ്. ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി സമ്മേളനത്തിൽ ആളുകൾ കുറവാണ്. അപ്പൊ ഇപ്പോൾ കേൾക്കണോ രസം? നമ്മുടെ നാട്ടിലിപ്പോ അന്യസംസ്ഥാന തൊഴിലാളി സംഘമാണ് മുഴുവനും. അന്യസംസ്ഥാന തൊഴിലാളി സംഘം. ഇത്രയധികം അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നത് എന്റെ ഓർമ്മയിൽ വന്നില്ല. അനിഞ്ഞ ബംഗാളിയാ, ഫാസ്റ്റ് ഫുഡ് കടയിലെ ബംഗാളി,
തറാവീഹിന് ഇമാമ് ബംഗാളി. ബംഗാളില്ലാത്തൊരു സ്ഥലമില്ല. DK നടന്നു പറയലുണ്ട്, കേരളം ഞങ്ങൾ ബംഗാളാക്കുന്നു. അത് ഈ കോലത്തിലാക്കുന്നുള്ള നമ്മൾ ഉറക്കത്തിൽ കേട്ടിട്ട് ബംഗാളികളല്ല. ഒരു നമ്മളെ നാട്ടിലൊക്കെ തിരൂരിലോ കുറ്റിപ്പുറത്തോ അല്ലെങ്കിൽ മലപ്പുറത്തൊക്കെ പോയി ബസ് ഇറങ്ങിയ, കണ്ണൂരിലൊക്കെ ബസ് ഇറങ്ങി, മുല്ലപ്പൂവും കുറെ തമിഴരും. സേലത്താണോ ബസ് ഇറങ്ങിയെന്ന് തോന്നിപ്പോ. നമ്മളിങ്ങനെ ഒരു ഇടവഴി ചോദിച്ചു, നല്ലൊരു റോഡ് ചോദിച്ചിട്ട് ഇങ്ങനെ നാദാപുരത്തേക്ക് എങ്ങനെ പോകും, കല്ലാച്ചിയിലേക്ക് ഇങ്ങനെ, മുझे याद नहीं, मुझे माल नहीं, അല്ലെങ്കിൽ ഹിന്ദിക്കാരൻ. സുബൈക്കൊക്കെ ഒരു മലയാളിനെ കണ്ടിട്ട് എന്ത് സുൽപ്പ നമ്മുടെ നാട്ടിലാണ്. എല്ലാ ജോലിയിലും അന്യസംസ്ഥാന തൊഴിലാളികൾ, ക്വാർട്ടേഴ്സ് മുഴുവൻ. അത് അരിമ്ര സാഹിബ് അധികം വൈകാതെ നമ്മുടെ കേരളത്തിലും ഒരു നിതാക്കാത്ത് വേണ്ടി വരുമെന്ന് ഞാൻ സംശയിക്കുന്നു. അക്കോലത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ നിറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ നിറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായില്ല. എന്തുകൊണ്ടാണെന്നറിയാം? അവിടെ സുഖം ഉണ്ടായതുകൊണ്ട്. അപ്പോഴാണ് എല്ലാ സംഘടനയും, സുന്നി സമ്മേളനത്തിൽ കാസർകോട്ട്, മുജാഹിദ് സമ്മേളനത്തിൽ എടരിക്കോട്ട്, അന്യസംസ്ഥാന തൊഴിലാളി സംഘം എല്ലാവരും വെച്ചു. ആ കൂട്ടത്തിൽ മാർക്സിസ്റ്റുകൾ ആലോചിച്ചു. ഇപ്പൊ പാർട്ടിയിൽ ധാരാളം ആളുകളൊന്നുമില്ല. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനൽ ചർച്ചയിൽ വരുന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ എൻ ഷംസുദ്ദീൻ വരും, ഷാജി വരും, KN ഖാദർ വരും, കണ്ടത്താണി വരും. ഇന്നപോലെ ആരാ വരുന്നത്? ആ ജയരാജന്മാർ ഇടക്ക് വന്നിരുന്നു. അതിങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ പേരിൽ ഒരു 4 കൊല്ലം ജയിലിൽ പിന്നെയും പോണ്ടി വെച്ചിട്ട് അപ്പൊ നമ്മൾ ഓനെ വേണ്ട മറ്റോനെ വിടാതാണ്. ഇപ്പോ വൈനായിട്ട് കഴിഞ്ഞിട്ടൊരു മനുഷ്യനുണ്ട്, ഒരു മെനിഞ്ഞിട്ട് ഒരു ബാ സുരേന്ദ്ര ബാബു എന്ന് വെച്ചാൽ മൂപ്പരെല്ലാ ചർച്ചയിലും ഉണ്ടാവും. ബാ സുരേന്ദ്ര ബാബു മൂപ്പരിങ്ങനെ ഭൂസമരം ഉണ്ടായി നന്നു. ഈ ബാ സുരേന്ദ്ര ബാബു അല്ലേ എല്ലാ ദിവസവും ഇയാള് പറയുന്നത് എന്താന്ന് അയാൾക്കും പിടുത്തല്ല, നമുക്കും ഒരു പിടുത്തല്ല. അപ്പൊ നമ്മൾ വീണു എന്നുള്ളതിനെ മൂപ്പരെങ്ങനെ പറയാന്നറിയാം. വലതുകാലിന്റെ സ്വാധീന ശക്തി വാനലോകത്തേക്ക് ഉയരുകയും ഇടതുകാലിന്റെ സ്വാധീനം ഭൂഗുരുത്വ ആകർഷണ ഫലമായി താഴോട്ട് താഴുകയും, അങ്ങനെ ശാരീരിക ഘടനയുടെ സന്തുലിതാവസ്ഥ തെറ്റുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ അതിനെയാണ് ഞങ്ങൾ ഈ ഇരിക്കക്കുത്തന വീഴുക. മനുഷ്യ അതിനെയാണ് ഞങ്ങൾ ഈ ഇരിക്കക്കുത്തന വീഴുക എന്ന് പറയുന്നത്. വെറുതെ എങ്ങനെ ഇവരെങ്ങനെയുണ്ട് ഞമ്മക്കൊന്നും തിരിയില്ല. തേങ്ങ എന്ന് പറയില്ലല്ലോ മാർക്സിസ്റ്റ് പാർട്ടി. പുറത്ത് ചകിരിയുള്ള, ചകിരിക്കകത്ത് ചിരട്ടയുള്ള, ചിരട്ടക്കകത്ത് വെള്ളമുള്ള കഴമ്പുള്ള സാധനം അതിനാണ് തേങ്ങ. അറിയോ? എലി അതിലൊക്കെ കാലം കഴിഞ്ഞു. പാമ്പുകൾക്ക് മാളമുണ്ട് കഴിഞ്ഞു മക്കളെ. എല്ലാവർക്കും മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ലെന്ന ആര് പറഞ്ഞു? മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമുണ്ട്. KMCCയുടെ മുസ്ലിം ലീഗിന്റെ ബൈത്തുർ റഹ്മ മണ്ണിലിടമുള്ള സംഭവമാണ്. എല്ലാവർക്കും കൊടുക്കുക. അതല്ലേ കാർത്തികേയൻ പറഞ്ഞത്? റിലീഫിന് ആർക്കെങ്കിലും സല്യൂട്ട് അടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പാണക്കാട് തങ്ങളുടെ മുസ്ലിം ലീഗിന്റെ നേരെ സല്യൂട്ട് ചെയ്യട്ടെ. എല്ലാവർക്കും കിട്ടുക, ജാതി മതം നോക്കാതെ എല്ലാവർക്കും കിട്ടുക. എന്റെ പൊന്നു തങ്ങളെ പേരിൽ അല്ലേ? ഒരു കാലഘട്ടത്തിൽ നമുക്ക് അന്തസ്സാർന്ന അഭിമാനത്തോടുകൂടി നേതൃത്വം നൽകിയ ശിഹാബ് തങ്ങളുടെ പേരിൽ കൊടുക്കുക. എത്ര സ്ഥാപനങ്ങൾ CH സെന്ററുകളിൽ ചെയ്യുന്ന സേവനങ്ങൾ മഹത്തരല്ലേ? ഇത് നല്ല നല്ല സേവനങ്ങളാണ്. അവർക്കും ഒരു CH സെന്റർ തുടങ്ങാമല്ലോ അല്ലേ? CPM-ൽ വലിയൊരു CH കാണാരൻ അല്ലേ? ഒരു CH സെന്റർ തുടങ്ങാമല്ലോ. എന്തേ ആ വഴിക്ക് പോകാതിരുന്നത്? അതിലും നല്ല ശ്രദ്ധ. ലീഗ് ചെയ്യുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇല്ല. എന്നാലോ ഇപ്പൊ കണ്ടോങ്ങള് അങ്ങനെ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. പത്രത്തിലാണെങ്കിൽ പന്നിൻ രവീന്ദ്രനുമായി അംഗവും. അപ്പൊ വരുമ്പോ ഇപ്പൊ അന്യസംസ്ഥാന തൊഴിലാളി സംഘം ആരും വെച്ചു, CPM വെച്ചു. കണ്ണൂരിലെ അതിനൊരു പ്രത്യേകമായ ഒരു സ്കൂളിൽ ഒരു ചെങ്കൊടി വെച്ചിട്ട് എല്ലാ അന്യസംസ്ഥാന തൊഴിലാളികൾക്കും കൊടുത്തു. നമ്മുടെ നാട്ടിൽ അത്രക്കും അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. വല്ലാത്തൊരു സംഭവമാണ്. സ്പോർട്സിലുണ്ട് അവരൊരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ നോക്കുന്ന വഴികളൊക്കെ അവരെന്നാണ്. ഇപ്പോ ഞാറ് നടുന്ന ബംഗാളികളെ കണ്ടു ഞാൻ ചങ്ങരകുളത്ത്. മാതൃഭൂമി പത്രം അവരുടെ പേരെഴുതി ഷെയ്ഖുൽ ഇസ്ലാം, കമറുൽ ഇസ്ലാം. നോക്കണം എവിടെ ഇരിക്കുന്ന വരമ്പത്തിരിക്കുന്ന ഞാറ് നടുന്ന ബംഗാളിയുടെ പേര് ഷെയ്ഖുൽ ഇസ്ലാം, കമറുൽ ഇസ്ലാം. ആ പേരുള്ളവരൊക്കെ നമ്മളെ നാട്ടിൽ മെമ്പറിലും മെഹ്റാബിലല്ലേ ഇരിക്കല്. അപ്പൊ എന്താ ബംഗാളിക്കൊന്നും കൊടുത്തില്ല. അവൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് റാഹത്തായി ജീവിക്കാൻ. അപ്പോഴാണ് ആ ബംഗാളിക്ക് ഇവർ അന്യസംസ്ഥാന തൊഴിലാളി സംഗമത്തിന് നോട്ടീസ് കൊടുത്തു. ഉത്തരേന്ത്യക്കാർക്ക് കൊടുത്തു, തമിഴിന് കൊടുത്തു, ചെങ്കൊടി കുത്തിവെച്ചു. എല്ലാരും കൊണ്ടുവന്ന് ഇരുത്തി. പിറ്റേ ദിവസം അത്ഭുതപ്പെട്ടുപോയി. മംഗളം പത്രം പറയാ ബംഗാളി നന്നേ കുറവായിരുന്നു. ബംഗാളി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വൈക്കത്തിട്ട് ചെങ്കൊടി കണ്ടേക്ക്
കാരണം ഓനെ ഈ കൊടി കണ്ടിട്ട് അവിടുന്ന് തടി സലാമത്താക്കിയത് അങ്ങണ്ട്. എന്നിട്ട് അതേ കൊടി കുത്തിയെടുത്ത് തോമ്പ് വരുമോ? പള്ളിപ്പറമ്പൊന്ന് പേടിച്ചോണ്ട പിന്നെ ഖബറിനെ പറ്റി ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വരിക. വല്ലാത്ത ദുരിതല്ലേ. ഒന്നില്ല, അത്ഭുതപ്പെട്ടുപോയി. ബംഗാളിയുടെ സുഭിക്ഷായി കഴിയാൻ ഞാൻ അവന് ഭക്ത കിട്ടാൻ തന്നെ യോഗം വിളിച്ചാൽ വരുമോ? ഈ കൊടി കണ്ടിട്ട് അവൻ പറഞ്ഞത് അതാണെങ്കിൽ ഞാൻ ഇല്ലയാണ്, അങ്ങനെ എടുക്കേണ്ടെന്നാ പറഞ്ഞത്. ഓൻ പീച്ചച്ചാലോ എന്നൊക്കെ പറഞ്ഞു. പിന്നിലേക്ക് ഓൻ നേരെ പിന്നിലേക്ക് എന്താ പറയാ വോട്ടനടിച്ചിട്ടാണ് വരുന്നത്. ആ കൊടിക്ക് ഒരു സൊല്യൂട്ടും ചെയ്തൊരു കാരണം ആ കൊടിയാണ് അവനവിടെ ഫാസ്റ്റ് ഫുഡിൽ എത്തിച്ചത്. ഇപ്പൊ എന്ത് ഹാപ്പിയാണ് നമ്മുടെ നാട്ടിൽ ബംഗാളി. സുഖമായിട്ട് കഴിയുന്നു. ATM കൗണ്ടറിന്റെ മുമ്പിൽ ഇവിടത്തൊക്കെ പോലെ ക്യൂ നിൽക്കുന്നു. നമ്മളെ നാട് അവൻ അബുദാബി ആയിട്ടാണ് കാണുന്നത്. ദുബായ്, റിയാദ്, ജിദ്ദ പോലെ. തിരൂർ ഫോറിൻ മാർക്കറ്റിൽ നിന്നൊക്കെയാണ് പെട്ടി ഇട്ടിട്ട് പോണത്. തിരൂർ ഫോറിൻ മാർക്കറ്റിൽ നിന്ന് പെട്ടിയൊക്കെ ശരിയാക്കിയിട്ട് അവിടുത്തെ മൊബൈലെല്ലാ സാധനം വാങ്ങിയിട്ട് സാധു ബ്രെഡിന്റെ പാക്കറ്റൊക്കെ ഒരു കൗതുകത്തിൽ അങ്ങോട്ട് പോയിട്ട് നാട്ടിൽ പോയി ഇറങ്ങുകയാണ്. അവിടേക്ക് വിളിക്കുക, എന്ത് ഹാപ്പിയായിട്ട് ഞായറാഴ്ചയൊക്കെ കുളിക്കുക. പുറത്തൊന്ന് പോയിട്ട് ജോലിക്ക് വിളിച്ചു നോക്കാം നമ്മുടെ നാട്ടിൽ. അതിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപ്പുവെച്ച കലം പോലായില്ലേ കേരളത്തിൽ. എന്താ കാര്യം? അരി തരാത്ത, തുണി തരാത്ത, പണി തരാത്ത. ഇനി അത് പറയാം, പണി ഉണ്ട് അവിടെ, ലീവാണില്ല ഇപ്പൊ കേരളത്തിൽ. ഒരു തമിഴനെ ഞാൻ വെള്ളിയാഴ്ച ജോലിക്ക് വിളിച്ചു. വെള്ളിയാഴ്ച ജോലിക്ക് വിളിച്ചപ്പോ അവൻ എന്നോട് പറഞ്ഞെന്താ അറിയാം, മലയാളി പറ്റൂല, അതെന്താ ഇന്ന് വെള്ളിക്കിളങ്ങി. ഞാൻ ഇവന് അബുദാബിയിലെ റൂമിലാന്ന് തോന്നിപ്പോയി. വെള്ളിയാഴ്ച കിടന്നുറങ്ങാണോനെ. വേറൊരു ദിവസം തരുന്നുണ്ട്. അപ്പോൾ ഡയറി മടിച്ചു നോക്കുക. നമ്മളൊക്കെ പൊതുയോഗത്തിന്റെ ഡേറ്റ് നോക്കണ പോലെ ഡയറി നോക്കിയിട്ട് വേണം. എന്ത് ഹാപ്പി ആയിട്ടാണ് അന്യ സംസ്ഥാന തൊഴിലാളിക്കാർ നമ്മുടെ നാട്ടിൽ കഴിയും. അതാ സുന്നി സമ്മേളനത്തിലും മുജാഹിദ് സമ്മേളനത്തിലും ഈ പടം അണിനിരന്നു. ദാറുൽ ഹുദയുടെ വല്ലപ്പുഴ സെന്ററിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് ഒരു ആസാമി സുഹൃത്താണ്. എനിക്കറിയാം, നമ്മുടെ നാട്ടിൽ നിറഞ്ഞു കവിഞ്ഞ് ഈ ചെറുപ്പക്കാരെ പേര് കേൾക്കും. നമുക്ക് 99% മുസ്ലിം ചെറുപ്പക്കാരാണ്. കേരളക്കരയിലേക്ക് എന്താ വരാൻ കാരണം? അവിടെ ഒന്നും കിട്ടാതായിട്ടുണ്ട്. അങ്ങനെയാണ് യത്തീംഖാനയിലേക്ക് യത്തീമക്കളും വന്നത്. ജാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നും. ഇപ്പൊ എന്തൊക്കെ ബഹളം ഉണ്ടാക്കി. മനുഷ്യക്കടത്താണ് ചാനലുകാരെ വക. ചാനലുകാരെ വക മനുഷ്യക്കടത്താണ്. ആലോചിക്കണം. അച്യുതാനന്ദ അപ്പൊ പറഞ്ഞു മനുഷ്യക്കടത്ത് തന്നെ മുപ്പര വക. ഇപ്പൊ ബീഹാർ ഗവൺമെന്റ് പറയുന്നു മനുഷ്യക്കടത്തല്ല, സർട്ടിഫിക്കറ്റ് ഉണ്ട്. അന്നം കിട്ടാത്ത നാടിൽ നിന്ന് അന്നമുള്ള നാട്ടിലേക്ക് പോയതാണ്. വസ്ത്രമില്ലാത്ത നാടുണ്ടായപ്പോൾ വസ്ത്രമുള്ള നാട് തെരഞ്ഞു പോയതാണ്. അക്ഷരാഭ്യാസം കിട്ടാതായപ്പോൾ അക്ഷരാഭ്യാസത്തിന്റെ പച്ചത്തുരുത്ത് കണ്ടപ്പോൾ ഓടിപ്പോയതാണ്. കണ്ടോ? ചാനലുകാർ അന്നത്തെ ചർച്ച കണ്ടാ തോന്നുക യത്തീമക്കളെ കിഡ്നി വിറ്റിട്ടാ കേരളത്തിൽ യത്തീംഖാനുണ്ടാക്കിയെന്നാ തോന്നുന്നു. ഇന്നൊരാളും മാപ്പ് പറയില്ലല്ലോ. പിന്നെ യത്തീമക്കളോട് ഞമ്മക്കൊരു സ്നേഹമില്ലേ? എന്താണത്? ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരം എന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖിന്റെ അനുയായികളല്ലേ നമ്മൾ. പൊന്നു CH അധികാരി വർഗത്തിന്റെ മുന്നിൽ ഒരു ഇടിറ്റിയുടെ ദാഹശക്തിയോടെ നിന്ന് ഒരു ഇടിമുഴക്കത്തിന്റെ ഗർജനം മുഴക്കിയ CH, കരിക്കട്ടകളെപ്പോലും കനൽ കട്ടകളാക്കാൻ കരവിരുതുണ്ടായിരുന്ന CH, കരിമ്പാറ കൂട്ടങ്ങളെപ്പോലും കാട്ടരുവികളാക്കി ഒടുക്കാൻ കഴിവേറും റബ്ബ് നൽകിയിരുന്ന CH, കോഴിക്കോട്ടങ്ങാടിയിലെ പട്ടണിപ്പാവകൾ ഇടിവെട്ടിക്കോയ എന്നാർത്ത് വിളിച്ച എന്റെ മുത്തു CH ആദ്യമായി മന്ത്രിയായപ്പോ പേനയെടുത്ത് ഒപ്പിട്ട ഫയൽ യത്തീമക്കളെ ഫയല മക്കളെ. ആ CHന് ഒരു ബന്ധല്ലേ. MK ഹാജി അറിയോ? MK ഹാജി കോളറ സമയത്താണ് യത്തീമക്കൾ 5 വിരലിൽ ഇങ്ങനെ പിടിക്കുക. ഈ 5 വിരലിലും 5 യത്തീമക്കൾ. എന്നിട്ട് ആ മക്കളെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകുമ്പോഴാ ചിലര് ചോദിച്ചത്, കുഞ്ഞു മുഹമ്മദേ പട്ടിണിക്കിട്ട് കൊല്ലാനാണോ? അല്ല, ഈ കൈ കണ്ടോ, ഇത് ഈ കൈവണ്ടി വലിച്ച തഴമ്പാണ്. ഈ കുഞ്ഞു മുഹമ്മദ് കൈവണ്ടി വലിച്ച് ഈ മക്കളെ പോറ്റും. എനിക്ക് കഴിയാതാവതില്ലാതെ വരുമ്പോ ഒരു സമുദായം എന്റെ പിന്നിലുണ്ട്, അവർ ഈ മക്കളെ പോറ്റും. അങ്ങനെ യത്തീമക്കളെ യത്തീംഖാനയിൽ വളർത്തുമ്പോ അതിലൊരു കുട്ടി രാമൻ. ആ രാമനോട് പറഞ്ഞു, ലോഹർ നിസ്കരിക്കാൻ എല്ലാവരും പോകുമ്പോ രാമ നീ ഗ്രൗണ്ടിൽ പോയി പന്ത് കളിക്കണം. എന്നിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ രാമനോട് പറഞ്ഞു, രാമ ഇവിടെ തന്നെ TTC ഉണ്ട്, എന്റെ മോൻ അതിൽ പഠിക്കണം. ആ രാമൻ TTCക്ക് പഠിച്ചു. ആ രാമന്റെ പേരാണ് KP രാമൻ മാസ്റ്റർ. രാമ നീ ആരാന്റെ വാതിൽ മുട്ടേണ്ടവനല്ല, നിന്റെ വാതിൽ മറ്റുള്ളവർ മുട്ടട്ടെ. ആ രാമനെ PSCയുടെ മെമ്പറാക്കി. രാമ നിനക്ക് കോരന് എന്നും കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറയുന്നത് പോലെ ചാണകം തളിച്ച സ്ഥലത്ത് ഇലവെച്ചാ ഭക്ഷണം തരുന്നത്. മാന്യമായ പാത്രത്തിൽ ഭക്ഷണം കഴിക്കണം. മാത്രമല്ല ചവിട്ടരുത്, നിന്നെ സല്യൂട്ട് അടിക്കണം. ആ രാമനെ ഞങ്ങൾ KP രാമൻ മാസ്റ്റർ MLA ആക്കി. അൽഹംദുലില്ലാഹ്. MK ഹാജിയുടെ ആശുപത്രിയിലേക്കാണ് അവസാനം കൊണ്ടുപോകുന്ന രാമൻ.
അത്യാസന്ന നിലയിലായപ്പോ മകൻ സുരേഷ് 2 നമ്പറേ ആ സമയത്ത് വിളിച്ചിട്ടുള്ളൂ. ഒന്ന് സയ്യിദ് ആറ്റപ്പൂ തങ്ങൾക്കാണ്, ഹൈദരലി തങ്ങൾക്ക്. മറ്റൊന്ന് എന്റെ കുഞ്ഞാപ്പാപ്പ, അറിയാം. 2 ആളും വന്നു. എന്നാ അപ്പ വെച്ച് ഞങ്ങളൊരു ഷഹാദത്ത് എഴുതി കൊടുത്തു. ഇല്ല, എന്താ ലാ ഇക്റാഹ ഫിദ്ദീൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ. ഗർഭാപസിക്കാരെ മനസ്സിലാക്കേണ്ടത് ലാ ഇക്റാഹ ഫിദ്ദീൻ, നിർബന്ധിത പരിവർത്തനം മതത്തിൽ പറഞ്ഞ കാര്യമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. കണ്ട, എത്തി മക്കളെ നമ്മൾ നോക്കുകയാണ്. ആ എം കെ ഹാജിയുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്ത് ഇന്ന് ഫസൽ ഗഫൂർ വീമ്പിളക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ പിതാവെന്ന് വീമ്പിളക്കിയിരുന്നു. ഓ എം കെ ഹാജി, എന്ത് ആത്മാർത്ഥതയാണ് ഇയാൾക്ക്, എന്ത് ആത്മാർത്ഥതയാണ് ഇയാൾക്ക്. ആരാ? ഫസൽ ഗഫൂറിന്റെ, ഡോക്ടർ ഗഫൂറിന്റെ സംസാരം. അന്ന് ആത്മാർത്ഥത ചോദ്യം ചെയ്തപ്പോ മഹാനായ CH തിരൂരങ്ങാടിയുടെ പുത്തരിക്കൽ മൈതാനത്ത് ഇങ്ങനെ പ്രസംഗിച്ചു. മിസ്റ്റർ ഗഫൂർ, അങ്ങ് ഡോക്ടറാണ്, ഞാൻ സമ്മതിക്കുന്നു. അങ്ങയുടെ കയ്യിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്ന ഒരു സ്റ്റെതസ്കോപ്പ് ഉണ്ട്. അത് എം കെ ഹാജിയുടെയും ബാപ്പക്കിത്തങ്ങളുടെയും നാടിമിടിപ്പ് പരിശോധിക്കാനുള്ളതാണ്. അത് ബാപ്പക്കിത്തങ്ങളുടെയും എം കെ ഹാജിയുടെയും ഈമാൻ പരിശോധിക്കാനുള്ളതല്ല. ആൺകുട്ടികളെ പോലെ എന്റെ മുത്തു CHന്റെ വർത്താനാണ്. അറിയോ? എന്നിട്ട് പറഞ്ഞു, എം കെ ഹാജിയുടെ ഇഖ്ലാസിന് സംശയമുണ്ടല്ലേ മിസ്റ്റർ ഗഫൂർ? എന്റെ നേതാവ് എം കെ ഹാജിയുടെ താടിരോമം തുലാസിന്റെ ഒരു തട്ടിലും ഈ ഞായറാഴ്ച സേവകന്റെ മുഴുവൻ സേവനങ്ങളും തുലാസിന്റെ മറുതട്ടിലും വെച്ചാൽ എന്റെ നേതാവ് എം കെ ഹാജിയുടെ തുലാസിന്റെ തട്ട് കനം തൂങ്ങുമെന്ന് ഞാൻ ഈ മജ്ലിസിന് ഉറപ്പു തരികയാണ്. എന്റെ മുത്ത് CH, അള്ളാഹു പരലോകം നന്നാക്കട്ടെ. നമുക്ക് വലിയ ധൈര്യം തന്നില്ല. CH പങ്കുവച്ചിട്ടുണ്ട്. പാലക്കാട്ടെ റെസ്റ്റ് ഹൗസിലേക്ക് മന്ത്രിയായിട്ട് ഇങ്ങനെ പോവുക, കാറിൽ ഇങ്ങനെ ലയിച്ചു തിരിഞ്ഞ വണ്ടി വെച്ചു. വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം. CH പറഞ്ഞു, ഞാൻ ആളുകളുടെ വിഷയം ചർച്ച ചെയ്യാൻ റെസ്റ്റ് ഹൗസിൽ പോവാ, ഞാനൊരു കുഴപ്പക്കാരനല്ല, ഞാൻ അത്തോളിയിലെ ആലിമല്ല കാലമാണ്. ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഇന്നത്തെ ദിവസം അത്ര വിജിലല്ല, പന്തികളുണ്ട്, വല്ലതും പിണഞ്ഞാൽ. CH വരൂലാന്നാ കരുതിയത്. ആ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒരു പ്രഖ്യാപനവും നടത്തി. മന്ത്രി കോയക്ക് മൂക്കുകയറിടാൻ ഈ സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നു. ഈ വിവരം പത്രക്കാർ അറിയിക്കുകയാണ്. കോയ സാഹിബിനെ കേട്ടില്ലേ? എന്തേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ അങ്ങേക്ക് മൂക്കുകയറിടാൻ തീരുമാനിച്ചു. ഓഹോ. എന്നിട്ട് ഇവര് പറഞ്ഞു, ഉദ്യോഗസ്ഥർ പറയുന്നത് ഇന്നത്തെ ദിവസം അത്ര സുഖമില്ല, പോരാത്തതിന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ പ്രഖ്യാപനവും ഇന്നത്തെ ദിവസം മാറ്റിവെക്കാമായിരുന്നു, വേറെ ദിവസം തെരഞ്ഞെടുക്കേണ്ടതായിരുന്നു. CH തിരിച്ചടിച്ചു. CH പറഞ്ഞു, ഇന്നത്തെ ദിവസമാണ് ഞാൻ ഇങ്ങോട്ട് വരേണ്ടത്. കാരണം എന്റെ കമ്മ്യൂണിസ്റ്റ് സ്നേഹിതന്മാർ എനിക്ക് മൂക്കുകയറിടാൻ തീരുമാനിച്ച ദിവസമാണ്. ഞാൻ ഇന്ന് തന്നെ വന്നത് എന്റെ മൂക്കിന്റെ അളവ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് മഹാനായ CH ആണുങ്ങളെ പോലെ അവിടെ വന്ന് സംസാരിച്ചു. പ്രിയപ്പെട്ട CD ഹാജി ആ ഗണത്തിൽപ്പെട്ട ഒരാളാണ്. ഞാൻ ഓർക്കുകയാണ്, പാനൂരിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ പറയും, ഇതാണ് പണ്ട് CD ഹാജി പറഞ്ഞിട്ട് കുത്തിയ കൊടിസ്ഥലാണ്, ഇവിടെ പതാക ഇങ്ങനെ എന്നും പാറണം, അവിടെ ഒരു യോഗം വേണം. അവിടെ ഒരു പൊതുയോഗം വെച്ചു. CD ഹാജി MLA പാനൂരിൽ പ്രസംഗിക്കാൻ വരികയാണ്. ആ വിവരം അറിഞ്ഞു. ശത്രുക്കൾ വലിയ പ്രശ്നം ഉണ്ടാക്കി. സ്പീക്കർ സെറ്റെല്ലാം എടുത്തു വെച്ചു. സംഘടിപ്പിച്ച 10-15 ആളുകൾ കാലിയാക്കി സ്ഥലം. CD ഹാജി അവിടെ ഒന്ന് കാറിറങ്ങുമ്പോൾ ഒന്നുമില്ല. കടയിലൊക്കെ കയറി ചോദിച്ചു, കുട്ടികളെ ഇവിടെ ലീഗോ ഇവിടെ പൊതുയോഗം ഇവിടെ? CD ഹാജി ഇത് സംഘടിപ്പിച്ച ആളുടെ വീട് തെരഞ്ഞു പോയി വാതിൽ മുട്ടി. അയാൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ തുറന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളി, ഇവിടെ ഭയങ്കര ബേജാറാണ്. CD ഹാജി പറഞ്ഞു, ചിലക്കഥ ഇറങ്ങി വേണം. അയാളുടെ ഇറക്കിക്കൊണ്ടു. എന്നിട്ട് ഫോണുള്ള വീട് ചോദിച്ചു. ആ ഫോണിൽ നിന്ന് പാനൂർ പരിധിയിലെ CIക്കാണ് CD ഹാജി വിളിക്കുന്നത്. അപ്പുറത്ത് CI ഫോൺ എടുക്കുന്നു. ഹലോ, ഞാൻ പത്തായക്കോടൻ CD ഹാജി, ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ വന്നതാണ്. അനക്ക് സർക്കാർ ശമ്പളം തരുന്നത് നെല്ലും കണ്ടത്തിന് ചായ ഉണ്ടാകാൻ നോക്കാനല്ല, ഇവിടെ വരണം, എൻ്റെ മക്കൾക്ക് സംരക്ഷണം കൊടുക്കണം. 2 വണ്ടി പോലീസ് വന്നു. ഈ പ്രവർത്തകരെ മുഴുവൻ വിളിച്ചു വരുത്തി. സ്പീക്കർ സെറ്റ് രണ്ടാമത് കെട്ടി CD ഹാജി പ്രസംഗിച്ചു. പ്രസംഗത്തിന്റെ തുടക്കം തന്നെ എങ്ങനെ? PR ഗ്രൂപ്പിനൊരു ധാരണയുണ്ട്, എന്റെ മക്കളെ മൂക്കിൽ വലിച്ചു കയറ്റാൻ. അർത്ഥശങ്കക്കിടമില്ലാതെ പത്തായക്കോടൻ പറയാണ്, എന്റെ മക്കളെ ഇതിന്റെ പേരിൽ ഒരു രോമത്തിൽ തൊട്ടാൽ ഞാൻ ഇന്ന് വ്യാഴാഴ്ചയാണ്, ഞാനിത് എന്റെ ഇടവണ്ണങ്ങാടിയിൽ പോയി പറയും.
നാളെ വെള്ളിയാഴ്ചയാണ്. എൻ്റെ പടം അങ്ങോട്ട് വരും. വെള്ളിയാഴ്ച പാനൂരങ്ങാടിയിലെ മിനായിരം ആടി നടക്കുന്ന ആ ഒരൊറ്റ സംസാരം നമുക്ക് ധൈര്യം. നമ്മളെല്ലാവരും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. ഇല്ലേ? മഴതനിയെ കണ്ടിരുന്നു. എന്ത് നമുക്ക് ബാലികേറ മലയായിരുന്ന പൊന്നാനിയിൽ നമ്മൾ കണ്ണീര് കുടിപ്പിച്ചു മഴതനി. പക്ഷെ കണ്ണീരും കയ്യുമായി അദ്ദേഹം കഴിയുമ്പോ ഒരത്താണി കിട്ടിയെങ്കിൽ എന്ന് ദാഹിച്ചു നിൽക്കുമ്പോ ഒരത്താണിയല്ല, രണ്ടത്താണി അബ്ദുറഹിമാനെയും ഒരു ഇ.ടി. മുഹമ്മദ് ബഷീറിനെയും അങ്ങോട്ട് പറഞ്ഞയച്ച പാർട്ടിയാണ് ഈ ഹൈദരലി തങ്ങളുടെ പാർട്ടി. എല്ലാവരും സ്നേഹിച്ചു. ഗംഗാധര മാരാർ ഗേറ്റ് തുറന്ന് കടന്നു വന്നപ്പോ മറ്റേയാൾ വരുന്നുണ്ട്. ആര്? ആമിന താത്ത. CH പറഞ്ഞു നേരത്തെ ഒന്നു കട്ടൻ ചായ കൊടുത്തിട്ടാണ് ഗംഗാധര മാരാരെ പറഞ്ഞയച്ചത്. ബാപ്പക്ക് കണ്ണുള്ള കാലത്ത് കള്ളം കടന്നിട്ട് വന്നത് എങ്ങനെയൊന്നും കൊടുത്തില്ല. ഇനി പോകേണ്ടത് എങ്ങനെയൊന്നും മനസ്സിലാകുന്നില്ല. അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പാറാവുകാരൻ പൂക്കോയത്തങ്ങൾക്ക് ചായ കൊണ്ട് കൊടുത്തു. സുബഹി നിസ്കാരത്തിന് ശേഷം ചായ കിട്ടിയ മാത്രയിൽ എന്റെ പൊന്നു പൂക്കോയത്തങ്ങൾ പറഞ്ഞു 2 ചായ മേൽപോട്ടും കൊണ്ട് കൊടുക്കും. ഓട് പൊളിച്ച് കടന്ന കള്ളന്മാർക്ക് ചായ കൊടുത്തത് എല്ലാവരും സ്നേഹിച്ചു. വന്നോരെ മാടായിലാണ് രാഘവൻ വന്ന ആദ്യത്തെ യോഗം നടക്കുന്നത്. മാടായില് MVR അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പറയാ MVR CH എന്ന് പറഞ്ഞാൽ ഉരുള കുപ്പേരി കൊടുത്തിട്ട് ഇങ്ങനെ എന്താ പറയാ, അത്രക്കും തീപ്പൊരി വാരിയിരുന്നു കേരളത്തിന്റെ നിയമസഭയിൽ. ആ MVR എങ്ങനെ ഇരുത്തിയിട്ട് സീരിയാജി പറയാ, രാഘവ ഇന്ന് മുതൽ ഞങ്ങളെ പുതിയാപ്പളെ TMS നമ്മളങ്ങൾ തൊട്ട് വെച്ചോളി, പക്ഷെ ഞങ്ങളെ പുതിയാപ്പളിനെ തൊട്ട വിവരം അറിയും എന്ന് മഹാനായ സീതി ഹാജി അവിടെ പ്രസംഗിച്ചത് ഇന്നും അന്തരീക്ഷത്തിൽ അലയടിക്കാൻ. പൊന്നുമക്കളെ, നമ്മൾ കേരളത്തിന്റെ കാവൽക്കാരായി, നന്മയുടെ കാവൽക്കാരായി, അന്തസ്സുള്ള പ്രവർത്തകരായി നിലനിൽക്കണം. മുസ്ലിം ലീഗിന്റെ അന്തസ്സ് വർദ്ധിക്കാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിൽ യോഗത്തിന് പോകാനുള്ളത് കൊണ്ട് ഞാൻ നിർത്തട്ടെ. നിങ്ങളെല്ലാവരും